Hi everyone. Hi future doctors. Good evening. Good evening all of you. Welcome back to Xylem Learning. Welcome back to the PYQ series. എല്ലാവർക്കും എന്നെ കാണാനും കേൾക്കാനും പറ്റുന്നുണ്ടോ? Am I visible and audible to everybody? എല്ലാവരും ഒന്ന് കൺഫേം ചെയ്യുക. യൂട്യൂബിൽ കാണുന്നവരൊക്കെ ആപ്പിൽ കാണുന്നവരും ഒക്കെ ഒന്ന് കൺഫേം ചെയ്യുക. മിസ്സിനെ കാണാനും കേൾക്കാനും പറ്റുന്നുണ്ട് എന്നുള്ളത്. യെസ്. Am I visible and audible to everybody? ഇപ്പൊ PYQ സീരീസിൽ നമ്മൾ ഹാപ്പി ആയിട്ട് നമ്മുടെ ചാപ്റ്റേഴ്സ് ഒക്കെ റിവൈസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും നല്ല ആക്റ്റീവ് ആയിട്ട് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. നമ്മുടെ എല്ലാ ബാച്ചിലെയും കുട്ടികൾ വരുന്നുണ്ട്. യെസ്. ഓക്കെ. യെസ്. നൈസ്. ഒരു സെക്കൻഡ്, ഞാൻ ഈ മെസ്സേജ് ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്തോട്ടെ. ഓക്കെ. ഹായ്. ഓഡിബിൾ ആൻഡ് വിസിബിൾ കാണാനൊക്കെ പറ്റുന്നുണ്ടോ? ഓക്കെ. ഓക്കെ. അപ്പൊ എനിക്ക് നിങ്ങളുടെ ചാറ്റ് ഒക്കെ കാണാം. ഹായ് ആൽഫ, സുഖാണോ? കൊറേ ദിവസമായല്ലോ. യെസ് 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 യെസ്, കാണാം കേൾക്കാം. ഹലോ നിത, ഹലോ. ഹായ് ഹായ് ഹായ്. ഹായ് ഹായ്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും സുഖല്ലേ? എല്ലാവർക്കും എന്നെ കാണാനും കേൾക്കാനും പറ്റുന്നുണ്ടോ വിചാരിക്കുന്നു. കുറച്ചു പേരുടെ ചാറ്റ് എനിക്ക് കാണാൻ പറ്റുന്നുള്ളൂ. യെസ്. ഓക്കെ. നമ്മള് ഇന്ന് 2 ചാപ്റ്റേഴ്സ് ആണ് PYQ സീരീസിൽ റിവൈസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് നല്ല പോലെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ള ചാപ്റ്റേഴ്സ് ആണ് രണ്ടും. ഒന്ന് സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ്, രണ്ടാമത്തത് സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ. ഓക്കെ മിസ്, എനിക്ക് 2 ഡൗട്ട് ഉണ്ട്. ഡൗട്ടൊക്കെ മിസ് ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്ത് തരാം. അപ്പൊ അതിനു മുമ്പ് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് ആണ്. ഞാനൊരു 2013 മുതലുള്ള ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുണ്ട്. മാക്സിമം നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ക്ലാസ്സിൽ തന്നെ ക്ലിയർ ചെയ്ത് പോവാം. ഓക്കെ, അപ്പം സ്റ്റാർട്ടിങ് ഫ്രം 2013 ടിൽ 2025 വരെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ? യെസ്. ടോപ്പിക് ഇല്ല, നമ്മൾക്ക് ജസ്റ്റ് PYQസിലൂടെ ടോപ്പിക് റിവൈസ് ചെയ്യാം. ഓക്കെ റജീന, കാരണം നമ്മൾ പ്രീവിയസ് ഇയർ ഈ ചാപ്റ്റേഴ്സ് ഒക്കെ നിങ്ങൾ നമ്മുടെ ബാച്ചസിൽ പഠിച്ചതാണ്. ഇതിന്റെ വീഡിയോസും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അപ്പൊ ഇവിടെ നമ്മൾ എക്സ്ക്ലൂസീവ്ലി PYQ സീരീസ് പറഞ്ഞാൽ നമ്മൾ എക്സ്ക്ലൂസീവ്ലി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെഷനാണ്. ഓക്കെ, യാ. അപ്പൊ അതുകൊണ്ട് സ്റ്റാർട്ട് ചെയ്താലോ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. റെഡി അല്ലേ? നമുക്ക് ക്വസ്റ്റ്യൻസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇടയ്ക്കൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനോട് ചോദിച്ചാൽ മതി. മിസ് അത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, യാ. സോ ഫസ്റ്റ് വിൽ സ്റ്റാർട്ട് വിത്ത് സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ്. ഞാൻ പറഞ്ഞതുപോലെ നീറ്റ് 2013 മുതലുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ കൺസിഡർ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അപ്പൊ മാക്സിമം, അതായത് 2013 എന്ന് പറയുമ്പോൾ ഒരു 22 ഇയേഴ്സ്, അതായത് AIPMT മുതലുള്ള ക്വസ്റ്റ്യൻസ് കേട്ടോ. കാരണം ആ സമയത്തൊക്കെ AIPMT ആയിരുന്നല്ലോ നടത്തിയിരുന്നത്, പിന്നീടല്ലേ നീറ്റ് എന്ന് വന്നത്. DNA replication G1 or S phase. NCERTയിൽ G1 phase initiation of DNA replication എന്ന് ഉണ്ട്. G1 phase ഇനീസിയേഷൻ ഓഫ് DNA replication പറയുമ്പോൾ അതിനുള്ള എൻസൈമുകളൊക്കെ റെഡിയാക്കി വെക്കുന്നു എന്നായിരിക്കും. പക്ഷെ റെപ്ലിക്കേറ്റ് ചെയ്യുന്നത് S phase തന്നെയാണ് കേട്ടോ. ഓക്കെ, റെപ്ലിക്കേറ്റ് ചെയ്യുന്നത് DNA ഡബിൾ ആവുന്നത് ഇവിടെയാണ്, S phase. ഓക്കെ, യാ. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് 2 ചാപ്റ്റേഴ്സ് ആണ് ചെയ്യാൻ പോകുന്നത്. അതായത് സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് ആൻഡ് സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മേജർ സൈറ്റ് ഫോർ സിന്തസിസ് ഓഫ് ലിപ്പിഡ്സ് ഇസ് നീറ്റ് 2013 ക്വസ്റ്റ്യൻസ് ആണ്. ആർക്കെങ്കിലും എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടോ? ഇന്നത്തെ നമ്മുടെ ചാപ്റ്റർ ഏതാണെന്നോ പഠിക്കാൻ പോകുന്ന ഏതാണെന്നോ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ഇല്ലല്ലോ. ഇന്നത്തെ PYQ സീരീസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ ആണ് എക്സ്ക്ലൂസീവ്ലി. ഓക്കെ, സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് ക്വസ്റ്റ്യൻസ് ചെയ്യണോ? ഓൾറെഡി നിങ്ങൾ ചെയ്തതല്ലേ. സെൽ യൂണിറ്റ് ഓഫ് ലൈഫ് വേണ്ട അല്ലെ? സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ ചെയ്യാം. യെസ്.
സെൽ യൂണിറ്റ് ഓഫ് ലൈഫിന്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഓൾറെഡി ചെയ്തതല്ലേ. അപ്പൊ നമുക്ക് സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷനിലേക്ക് പോയാലോ? ഓക്കെ, നമുക്ക് ഡയറക്ട്ലി സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പൊ ഈ ചാപ്റ്ററിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ മക്കൾ ചോദിച്ചാൽ മതി മിസ്സിനോട്. ഓക്കെ, സെൽ യൂണിറ്റ് ഓഫ് ലൈഫ് നിങ്ങൾ ഓൾറെഡി ചെയ്തതാണ്. സോ ലെറ്റ്സ് ഗോ ഡയറക്ട്ലി ടു സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ ചാപ്റ്റർ. അതിന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ ഓപ്ഷൻ 2 ആൻസർ ചെയ്തിട്ടുണ്ട്. ചാപ്റ്റർ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തു. ഇതിലും മിസ് കഴിഞ്ഞ ഞാൻ പറഞ്ഞില്ലേ ഒരു 10-12 വർഷത്തെ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ഓൾറെഡി നിങ്ങൾ സെൽ യൂണിറ്റ് ചെയ്തത് കൊണ്ട് നമുക്ക് ഈ ചാപ്റ്റർ ചെയ്യാം. സോ ലെറ്റ്സ് ഗോ ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ദാറ്റ് ഈസ് ഞാൻ ടോപ്പിക് വൈസ് ആയിട്ടാണ് സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സ്റ്റാർട്ടിംഗ് ഫ്രം ഫസ്റ്റ് സെൽ സൈക്കിൾ ഇന്റർഫേസിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യും. അത് കഴിഞ്ഞ് നമ്മൾ എം ഫേസ് മൈറ്റോസിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യും. പിന്നെ മിയോസിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യും. ഓക്കെ, so match the list 1 with that of list 2. Cells are metabolically active and proliferate. G2 phase, G1 phase, G0 phase, S phase. Cells metabolically active ആണ്, അവര് divide ചെയ്യും. DNA replication takes place. Proteins are synthesized. Quiescent stage with metabolically active cells. ഏതാണിത്? Match the following ആണ്. NEET 2024 വന്ന ക്വസ്റ്റ്യൻ ആണ്. Yes, what is the correct answer to this question? എല്ലാരും പറയൂ. സെൽസ് മെറ്റബോളിക്കലി ആക്റ്റീവ് ആണ് ആൻഡ് പ്രോളിഫറേറ്റ് ചെയ്യും. സോ A2 ആണ് അല്ലെ. DNA replication takes place. That is in the S phase. So that is B4. A2 B4 എന്ന് വരുന്നത് നമുക്ക് ഏത് ഓപ്ഷനാണ് ഉള്ളത്? നിങ്ങൾ ആൻസർ ചെയ്യടാ. ഓപ്ഷൻ 4 അല്ലെ. സെൽസ് മെറ്റബോളിക്കലി ആക്റ്റീവ് ആണ് ആൻഡ് ദേ പ്രോളിഫറേറ്റ്. Yes, everyone. So that is A is 2 and DNA replication takes place in the S phase. So B is 4. A2 B4 എന്നുള്ളത് നമുക്ക് ഓപ്ഷൻ 4 ആണ്. ആൻഡ് C1 എന്ന് പറയുന്നത് proteins are synthesized. That is in the G2 phase protein synthesis happen and quiescent stage with metabolically active cells. അപ്പം quiescent stage എന്ന് പറഞ്ഞാൽ സെല്ലിന്റെ ഒരു എന്താ പറയാ ഡിവൈഡ് ചെയ്യാൻ താല്പര്യമില്ലാത്ത സെൽസ് G1 നിന്ന് എക്സിറ്റ് ചെയ്തിട്ട് G0 phase quiescent phase-ലേക്ക് കയറും. നമ്മുടെ ഹാർട്ട് സെൽസ്, നെർവ് സെൽസ് അവരൊക്കെ അങ്ങനെയാണ് അല്ലെ. അപ്പൊ D3 ആണ്. അപ്പൊ നമുക്കറിയാം നമ്മുടെ സെൽ സൈക്കിളിനെ 3 ഫേസ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. നമുക്ക് ഓർമ്മയില്ലേ? സെൽ സൈക്കിൾ ഈസ് ഡിവൈഡഡ് ഇൻ ടു സെല്ലിന്റെ സെല്ലിന്റെ എന്താ പറയാ എൻറ്റയർ ലിവിങ് ഫേസിനാണ് നമ്മൾ സെൽ സൈക്കിൾ എന്ന് പറയുന്നത്. അതിൽ ഇന്റർഫേസ് ഉണ്ട്, അതേപോലെ തന്നെ എം ഫേസ് ഉണ്ട് അല്ലെ. ഇന്റർഫേസിനെ നമ്മൾ 3 ആയിട്ടാണ് തിരിക്കുക. ദാറ്റ് ഈസ് ദ ഗ്രോത്ത് ഫേസ്. ഇന്റർഫേസ് പറയുന്നത് സെല്ല് വളരാൻ വേണ്ടി കംപ്ലീറ്റ്ലി ഗ്രോത്ത് അറ്റൈൻ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ഫേസ് ആണ്. ഓൾസോ ഇറ്റ് ഇസ് എ ഫേസ് വേ അത് അതിനെ അടുത്ത ഡിവിഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഫേസ് ആണ്. സോ ദർ ഇസ് G1 S ആൻഡ് G2 ഫേസ്. അപ്പോൾ G1ലുള്ള ചില സെൽസ് ഡിവൈഡ് ചെയ്യാണ്ട്, അതായത് ഡിവൈഡ് ചെയ്യാൻ താല്പര്യമില്ലാതെ അവരവരുടെ പിന്നെ എന്താണ് ജസ്റ്റ് ഗ്രോത്ത് ഫേസിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും. ആ ഫേസിനെ നമ്മൾ G0 ഫേസ് പറയും. പിന്നെ എം ഫേസ് എന്ന് പറയുന്നത് ഡിവിഷൻ ഫേസ് ആണ്. അപ്പൊ അതിനെ നമുക്കറിയാം നോർമൽ ഗ്രോയിങ് സെൽസ് ആണെങ്കിൽ damn, I was about to miss this class. Didn't know it was your class, ma'am. Oh my god. മിസ്റ്റർ സിമ്പിൾ ക്ക് വയ്യ എന്നൊരു സ്നേഹം. എം ഫേസ് എന്ന് പറയുമ്പോൾ എന്താണ്? ദാറ്റ് ഈസ് ഗ്രോയിങ് ഉള്ള സെൽസ് ആണെങ്കിൽ വെജിറ്റേറ്റീവ് സെൽസ് ഒക്കെ ആണെങ്കിൽ അവരെ അല്ലെങ്കിൽ സൊമാറ്റിക് സെൽസ് മൈറ്റോട്ടിക്കലി ഡിവൈഡ് ചെയ്യും. ആൻഡ് റീപ്രൊഡക്റ്റീവ് സെൽസ് ആണെങ്കിൽ മിയോട്ടിക്കലി ഡിവൈഡ് ചെയ്യും അല്ലെ. ഗാമറ്റ് ഫോർമേഷന് വേണ്ടി മാത്രമാണ് മിയോസിസ് നടക്കുക. ഇത് ക്ലിയർ അല്ലേ എല്ലാവർക്കും? യെസ്. അപ്പൊ നമ്മള് പിന്നെ ഇത്രയും കാര്യമാണ് നമ്മൾ സെൽ സൈക്കിളിൽ പഠിച്ചത്. G1 ഫേസ് എന്ന് പറയുമ്പോൾ സെല്ല് ആക്റ്റീവ് ആണ്, മെറ്റബോളിക്കലി ആക്റ്റീവ് ആണ്, സെല്ല് നന്നായിട്ട് വളരുന്നുണ്ട്, സൈറ്റോപ്ലാസ്മിക് കണ്ടന്റ് കൂടുന്നുണ്ട്, ഓർഗനൽസ് ഒക്കെ വലുതാവുന്നുണ്ട്. എസ് ഫേസിൽ DNA റെപ്ലിക്കേഷൻ നടക്കുന്നുണ്ട്. എസ് ഫേസിൽ തന്നെയാണ് ന്യൂക്ലിയസിന്റെ ഉള്ളിൽ ഹിസ്റ്റോൺ പ്രോട്ടീൻ സിന്തസിസ് നടക്കും. സൈറ്റോപ്ലാസത്തിൽ സെൻട്രോസോംസ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യും, സെൻട്രിയോൾസ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യും. അത് ആനിമൽ സെല്ലിലാണ് നടക്കുക അല്ലെ. G2 ഫേസിലോ പ്രോട്ടീൻ സിന്തസിസ് ആണ് നടക്കുന്നത് ആൻഡ് സെൽ കണ്ടിന്യൂസ് ടു ഗ്രോ. പിന്നെ സെല്ല് നേരെ പോകുന്നത് എം ഫേസിലേക്കാണ്. ഇതൊക്കെ ഓർമ്മയില്ലേ? യെസ്. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലൂടെ ചെറിയ ചെറിയ ടോപ്പിക്കുകൾ ഇങ്ങനെ ഓർത്ത് പോവാം അല്ലെ. നൗ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇതും NEET 2024 വന്ന ക്വസ്റ്റ്യൻ ആണ്. ഓരോ ഫേസിനെയും എന്താണ് നടക്കുന്നത് വെച്ചിട്ട് നമ്മൾ സെൽ സൈക്കിളിലെ ഫേസിനെ നമുക്ക് ഇവന്റ്സ് വെച്ചിട്ട് മാച്ച് ചെയ്യണം. G1 ഫേസ്, സെൽ ഇസ് മെറ്റബോളിക്കലി ആക്റ്റീവ് ബട്ട് നോ പ്രോളിഫറേഷൻ അൺടിൽ റിക്വയർഡ്, റെപ്ലിക്കേഷൻ ഓഫ് DNA, സിന്തസിസ് ഓഫ് പ്രോട്ടീൻസ്, സെൽ ഇസ് മെറ്റബോളിക്കലി ആക്റ്റീവ് ആൻഡ് ഗ്രോസ് കണ്ടിന്യൂസ്ലി. G1 ഫേസിൽ സെല്ല് മെറ്റബോളിക്കലി ആക്റ്റീവ് ആണ് ആൻഡ് അത് കണ്ടിന്യൂസ് ആയിട്ട് വളരുന്നുണ്ട്. A4 ആണ്. A4 ആയിട്ടുള്ള ഒരേ ഒരു ഓപ്ഷനേ നമുക്കുള്ളൂ. നൗ എസ് ഫേസ്, റെപ്ലിക്കേഷൻ ഓഫ് DNA റെപ്ലിക്കേഷൻ നടക്കുന്നു എസ് ഫേസിൽ അല്ലെ. 2C ആയിട്ടുള്ള DNA കണ്ടന്റ് എസ് ഫേസിൽ എത്തുമ്പോൾ 4C ആയിട്ട് മാറുന്നുണ്ട്. സോ B2 ആണ്. ആൻഡ് G0 സ്റ്റേജ് ഈസ് ദ സ്റ്റേജ് വെയർ സെൽ ഇസ് മെറ്റബോളിക്കലി ആക്റ്റീവ് പക്ഷെ ഡിവിഷൻ ഇല്ല, അതായത് ഇത് വളരുന്നുണ്ട് പക്ഷെ പ്രോളിഫറേഷൻ ഡിവിഷൻ ഇല്ല. യെസ്. ദെൻ G2 ഫേസ്, സിന്തസിസ് ഓഫ് പ്രോട്ടീൻസ്, D3 ആണ്. സോ A4 B2 C1 ആൻഡ് D3
ദാറ്റ് ഈസ് ഓപ്ഷൻ 2 ആണ് ഈ ക്വസ്റ്റിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. യെസ് എവ്രി വൺ, ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? യെസ് മക്കളെ, നമ്മൾ കഴിഞ്ഞ 12 വർഷത്തെ ക്വസ്റ്റ്യൻ എന്നൊക്കെ പറയുമ്പോൾ അറൌണ്ട് നമ്മൾ ഒരു 70 ക്വസ്റ്റ്യൻസ് ഇന്ന് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ സെഷനിൽ 70 ക്വസ്റ്റ്യൻസോളം നമുക്ക് ചെയ്യാനുണ്ട്. അപ്പൊ നിങ്ങൾ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് പോവാം. ഫോളോയിങ് ആർ ദ സ്റ്റേജസ് ഓഫ് സെൽ ഡിവിഷൻ. ഇതും 2024 വന്ന ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്ന ഒരു വർഷമായിരുന്നു ഈ ഒരു ചാപ്റ്ററിന്. ഞാൻ സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫിലെ ക്വസ്റ്റ്യൻസ് നോക്കായിരുന്നു. സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫിൽ 2024 തന്നെയായിരുന്നു ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്ന വർഷം. 12 ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ സെൽ സൈക്കിളിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്ന, സൈറ്റോളജി ഒരുപാട് എന്താ പറയാ ഫോക്കസ് ചെയ്ത് വന്ന ഒരു വർഷമായിരുന്നു അത്. ഫോളോയിങ് ആർ ദ സ്റ്റേജസ് ഓഫ് സെൽ ഡിവിഷൻ. ഗ്യാപ് 2 phase, cytokinesis, synthesis phase, karyokinesis, gap 1 phase. Choose the correct sequence of stages from the options given below. അപ്പൊ ആദ്യം എന്താണ് നടക്കുക മക്കളെ? ആദ്യം നടക്കുന്നത് നമ്മളുടെ G1 phase ആണ് അല്ലെ? ഇങ്ങനെയല്ലേ നടക്കുക? G1 phase, S phase, G2 phase. അത് മൊത്തം കഴിഞ്ഞിട്ട്, ഇത് മൂന്നുമാണ് ഇന്റർഫേസ്. ഇന്റർഫേസ് കഴിഞ്ഞിട്ടാണ് അവർ ന്യൂക്ലിയർ ഡിവിഷനിലേക്ക് കടക്കുന്നത്. കാരിയോകൈനേസിസ് ആൻഡ് ദെൻ കംസ് ദ സൈറ്റോകൈനേസിസ്, ഡിവിഷൻ ഓഫ് ദ സൈറ്റോപ്ലാസം. അത് കഴിഞ്ഞാൽ അത് വീണ്ടും അടുത്ത ഇന്റർഫേസിലേക്ക് കയറും അല്ലെ? അപ്പൊ G1 എന്ന് പറയുന്നത് E ആണ്, ആൻഡ് G2 S എന്ന് പറയുന്നത് C ആണ്, G2 എന്ന് പറയുന്നത് A ആണ്. ECA and then comes karyokinesis, that is D, and cytokinesis, that is B. So ECADB എന്തായിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ? യെസ്, what should be the correct answer to this question? Option 3, ECADB. ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. നിങ്ങൾക്ക് ഓർമ്മയില്ലേ, എം ഫേസ് എന്ന് പറയുമ്പോൾ അത് ഡിവിഷൻ ഫസ്റ്റ് നടക്കുന്നത് ന്യൂക്ലിയസിന്റെ ഡിവിഷൻ ആണ്. സോ ദർ ഇസ് കാരിയോകൈനേസിസ് ഫോളോഡ് ബൈ ഡിവിഷൻ ഓഫ് ദ സൈറ്റോപ്ലാസം, ദാറ്റ് ഇസ് സൈറ്റോകൈനേസിസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following is the quiescent stage of the cell cycle? സെൽ സൈക്കിളിലെ quiescent stage എന്ന് പറയുന്നത് ഏതാണ്? ഓക്കെ, യെസ്, ക്രോമാറ്റിഡ്സിന്റെ നമ്പർ വെച്ചിട്ട് അങ്ങനെ ഇതുവരെ വന്നിട്ടില്ലല്ലോ ക്വസ്റ്റ്യൻ. വരികയാണെങ്കിൽ നമുക്കത് ആൻസർ ചെയ്യാം. ഓക്കെ, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, നൗ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് എ quiescent stage? quiescent stage എന്ന് പറയുന്നത് എന്താണ്? G0 സ്റ്റേജ് ആണ്. അതായത് ഒരു സെല്ല്, വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സെല്ല്, അതിന് ഡിവിഷനിലേക്ക് പോകാൻ താല്പര്യമില്ല, അടുത്ത എം ഫേസിലേക്ക് കടക്കാൻ താല്പര്യമില്ല. അപ്പൊ അത് G1 എക്സിറ്റ് ചെയ്തിട്ട് ഒരു G0 ഫേസിൽ കയറും അല്ലെ? സോ ആ ഫേസിൽ നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് നമ്മുടെ G0 ഫേസ്. ഏതൊക്കെ സെൽസ് ആണ് G0 ഫേസിലുള്ളത്? അതായത് പ്ലാന്റ്സിലാണെങ്കിൽ നമുക്കറിയാം സെക്കൻഡറി ഗ്രോത്ത് ആവശ്യമുള്ളത് വരെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് സെൽസ് പോകും അല്ലെ? സെക്കൻഡറി ഗ്രോത്ത് ആവശ്യമുള്ളപ്പോഴാണ് അവര് എന്ന് നടക്കുന്നത് ഡി ഡിഫറൻസിയേഷൻ നടത്തി വീണ്ടും ഡിവിഷൻ വേണ്ടിയിട്ട് വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള കുറെ സെൽസ് പ്ലാന്റ്സിലുണ്ട്. അതേപോലെ തന്നെ ആനിമൽ സെൽസിൽ ഡിവൈഡ് ചെയ്യാത്ത സെൽസ് ആണ് ഹാർട്ട് സെൽസും ന്യൂറോൺസും ഒക്കെ. സോ G0 ഓപ്ഷൻ 4 ആണ് ഈ ക്വസ്റ്റിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നിങ്ങൾ ആര് ചാറ്റ് ബോക്സിൽ, യൂട്യൂബിലെ മക്കളൊക്കെ ആൻസർ ചെയ്യുന്നുണ്ട്, ആപ്പിൽ കുറച്ച് ഉഴപ്പാണല്ലോ. യെസ്, എന്താണ് ആപ്പിലെ കുട്ടികൾ വീര ധീര ആൾക്കാരൊന്നും ആൻസർ ചെയ്യാത്തത്? എല്ലാവരും ആൻസർ ചെയ്യൂ. യെസ്, very good. Next question. Among eukaryotes, replication of DNA takes place in 2023 വന്ന ക്വസ്റ്റ്യൻ ആണ്. DNA replication നടക്കുന്നത് ഏത് സ്റ്റേജിലാണ്? G2 phase, M phase, S phase, G1 phase. S phase അല്ലേ? അതായത് S phase നമുക്കറിയാം, S phase എന്ന് പറയുന്നത് സിന്തസിസ് ഫേസ് ആണ്. S phase പ്രത്യേകത, ഇതിനെ നമ്മൾ എന്താ പറയാ, ഈ ഒരു ഫേസിലാണ് DNA കണ്ടന്റ് ഡബിൾ ആകുന്നത്. സോ G1 കയറി വരുന്ന ഒരു സെല്ലിന്റെ DNA കണ്ടന്റ് 2C ആണെങ്കിൽ S ഫേസിൽ അത് 4C ആയിരിക്കും. G2 അത് 4C ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. എമ്മിൽ കയറുമ്പോഴും അത് 4C ആണ്. എം ഫേസിലെ മൊത്തം കാരിയോകൈനേസിസ് കഴിഞ്ഞ് അത് സൈറ്റോകൈനേസിൽ എത്തുമ്പോൾ, സൈറ്റോപ്ലാസം രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോഴാണ് അത് 2C ആയിട്ട് ഡോട്ടർ സെൽസിലേക്ക് വീണ്ടും ഡിവൈഡ് ചെയ്ത് പോകുന്നത് അല്ലെ? അപ്പൊ ഈ ക്വസ്റ്റിന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ 3 ആണ്. വമിക ആൻഡ് നമി, വമിക, ഇർഫാന, നമി ഒക്കെ എന്താണ് ചാറ്റ് ബോക്സിൽ കിടന്ന് വെറുതെ സംസാരിക്കുന്നത്? ആൻസർ ചെയ്യുന്നില്ല നിങ്ങൾ ആരും. യെസ്, പ്ലീസ് ആൻസർ ഓൾ ഓഫ് യു. വെരി ഗുഡ്. യെസ്, എസ് ഫേസിൽ നടക്കുന്ന മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ് മക്കൾ പറഞ്ഞേ? ആനിമൽ സെൽസിൽ സെൻട്രിയോൾസ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യും സൈറ്റോപ്ലാസ്റ്റിൽ. അതേപോലെ തന്നെ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ ഹിസ്റ്റോൺ പ്രോട്ടീൻ സിന്തസിസ് നടക്കും. ബിക്കോസ് DNA പാക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന പ്രോട്ടീൻസ് ആണ് ഹിസ്റ്റോൺ പ്രോട്ടീൻസ്. യെസ് എവ്രി വൺ, ഞാൻ ആപ്പിലെ ചാറ്റ് ബോക്സ് ക്ലോസ് ചെയ്യാണ്. ബിക്കോസ് ഇവിടെ ഭയങ്കര അൺനെസസറി ഡിസ്കഷൻസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, വെരി ഗുഡ്. യൂട്യൂബ് മക്കൾ അടിപൊളിയാണ്, എല്ലാവരും നന്നായിട്ട് ആൻസർ ചെയ്യുന്നുണ്ട്. എക്സലന്റ്, അങ്ങനെ തന്നെ വേണം. നെക്സ്റ്റ്, മാച്ച് ലിസ്റ്റ് 1 വിത്ത് ദാറ്റ് ഓഫ് ലിസ്റ്റ് 2. ഈ മാച്ച് ദ ഫോളോയിങ് ഒന്ന് ചെയ്ത എല്ലാവരും. സോ ഇത് 2023 തന്നെ വന്ന ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട്, അതായത് ഇന്റർഫേസിനെ വെച്ചിട്ട് ഒരുപാട് മാച്ച് ദ ഫോളോയിങ് വരും. ഓക്കെ, ഇപ്പൊ ഇതൊന്ന് ആൻസർ ചെയ്തേ. എം ഫേസ് എന്താണ്?
interval protein synthesis, inactive phase, interval between mitosis and initiation of DNA replication, equational division. ഇവിടെ എം ഫേസ് ഉദ്ദേശിക്കുന്നത് മൈറ്റോസിസിനെയാണ്. സോ മൈറ്റോസിസ് ഇസ് ആൻ ഈക്വേഷണൽ ഡിവിഷൻ. കാരണം പാരന്റ് സെല്ലിന്റെ പ്ലോയിഡി 2n ആണെങ്കിൽ ഡോട്ടർ സെൽസിന്റെയും പ്ലോയിഡി എന്തായിരിക്കും? 2n തന്നെയായിരിക്കും. നമ്പർ ഓഫ് ക്രോമസോംസിൽ അവിടെ മാറ്റം വരുന്നില്ല. Isn't it children? Yes? Okay. So A എന്ന് പറയുന്നത് 4 ആണ്. And G2 phase എന്ന് പറയുന്നത് പ്രോട്ടീൻ സിന്തസൈസിന്റെ ഫേസ് ആണ് B1. സോ A4 ആൻഡ് B1 ആയിട്ടുള്ളത് നമ്മുടെ ഓപ്ഷൻ 4 ആണ് അല്ലേ മക്കളെ? യാ, വെരി ഗുഡ്. ക്വിസന്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു ഇനാക്റ്റീവ് സ്റ്റേജ് എന്ന് പറയാം, അല്ലെങ്കിൽ അവര് എന്താ പറയാ വളരുന്നുണ്ട് പക്ഷെ ഡിവൈഡ് ചെയ്യുന്നില്ലാത്ത ഫേസ്. G1 phase ഇസ് എ ഇന്റർവെൽ ബിറ്റ്വീൻ മൈറ്റോസിസ് ആൻഡ് ഇനീസിയേഷൻ ഓഫ് DNA റെപ്ലിക്കേഷൻ. അതായത് G1 കഴിഞ്ഞ് പിന്നെ DNA റെപ്ലിക്കേഷൻ ആണ്, S ആണ്, പിന്നെ ആണ് G2 വരുന്നത്. അപ്പം ഡിവൈഡ് ചെയ്ത് വരുന്ന ഒരു സെല്ല് മൈറ്റോസിസ് കഴിഞ്ഞ സൈറ്റോകൈനസിസ് കഴിഞ്ഞ് വരുന്ന ഒരു സെല്ല് നേരെ കയറുന്നത് ഏത് ഫേസിലേക്കാ? G1 ഫേസിലേക്കാണ്. സോ 6th ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 4 ആണ്. Isn't it children? Next, given below are two statements. Statement 1. During G0 phase of the cell cycle, the cell is metabolically inactive. Cell എന്താണ്? Metabolically inactive ആണ് G0 phase. And statement 2. The centrosome undergoes duplication during the S phase of interphase. ഈ question answer എന്താ? Statement question ആണ്. എല്ലാവരും ഒന്ന് question നന്നായിട്ട് വായിച്ചു നോക്കിക്കേ. എല്ലാരും ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കും. G0 phase of the cell cycle, cell is metabolically inactive എന്ന് പറയണത് ശരിയാണോ? തെറ്റല്ലേ? സെല്ല് മെറ്റബോളിക്കലി ആക്റ്റീവ് ആണ്, സെല്ല് വളരുന്നുണ്ട്, പക്ഷെ അത് ഡിവൈഡ് ചെയ്യുന്നില്ല, എം ഫേസിലേക്ക് കയറുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. The centrosome undergoes duplication during the S phase of interphase. അത് കറക്റ്റ് ആണ്. സെൻട്രോസോം സെൻട്രിയോൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നത് S ഫേസിലാണ്. അത് നടക്കുന്നത് ആനിമൽ സെൽസിൽ മാത്രമാണ്. കാരണം പ്ലാന്റ് സെൽസിന് സെൻട്രിയോൾ ഉണ്ടോടാ? പ്ലാന്റ് സെൽസിന് സെൻട്രിയോൾ ഉണ്ടോ? ഇല്ല. സോ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ സ്റ്റേറ്റ്മെന്റ് 1 ഇസ് ഇൻകറക്റ്റ്, സ്റ്റേറ്റ്മെന്റ് 2 ഇസ് കറക്റ്റ്. ഓപ്ഷൻ 1 ആണ് വരിക അല്ലെ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മാച്ച് ലിസ്റ്റ് 1 വിത്ത് ദാറ്റ് ഓഫ് ലിസ്റ്റ് 2. മാച്ച് ദ ഫോളോയിങ്. എസ് ഫേസ്. എസ് ഫേസിൽ എന്താ നടക്കുന്നത്? DNA റെപ്ലിക്കേഷൻ. അപ്പം A4 ആണ്. സിമിലർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് അല്ലെ? ഇത് 2021 വന്ന ക്വസ്റ്റ്യൻ ആണ്. സിമിലർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് മാച്ച് ദ ഫോളോയിങ് ചോദിക്കുന്നത്. യെസ്, കറക്റ്റ് ആൽഫ, വെരി ഗുഡ്. ഓക്കെ, A4 ആണ്. A4 ആയിട്ടുള്ള രണ്ട് ഓപ്ഷൻ ഉണ്ട്. G2 phase പ്രോട്ടീൻസ് ആർ സിന്തസൈസ്ഡ്. അപ്പൊ B1 ആണ് അല്ലെ? A4 B1 ആയിട്ടുള്ളത് ഓപ്ഷൻ 1 അല്ലേ? A4 B1 ആയിട്ടുള്ളത് ഓപ്ഷൻ 1 അല്ലേ? നമുക്ക് നമ്മുടെ ആപ്പിലെ അവസ്ഥ എന്താന്ന് നോക്കാം. അവിടെയുള്ള കുട്ടികൾ ബോധോദയം വന്ന് ആൻസർ ചെയ്യുന്നുണ്ടോ? ഓക്കെ, വമിക ആൻസർ ചെയ്യുന്നുണ്ട്, വെരി ഗുഡ്. വമിക മാത്രം, ബാക്കി എല്ലാരും അങ്ങോട്ട് ഇങ്ങോട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണിത്? യെസ്, എല്ലാവർക്കും ഒന്ന് ക്ലാസ്സിൽ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തൂടെ? നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കൊണ്ട് നമ്മൾ വന്നിരിക്കുന്നത്. യെസ്, ഇത്രയും amount ഓഫ് PYQs എങ്ങനെ നിങ്ങൾക്ക് ഒരുമിച്ച് കിട്ടൂടാ? വേറെ എവിടെ കിട്ടും? ഓക്കെ, അതുകൊണ്ട് ക്ലാസ് നല്ലപോലെ യൂസ് ചെയ്യുക. എല്ലാവരും ലൈവിൽ തന്നെ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചു പോവാ. അപ്പൊ ഈ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ 1 അല്ലേ? യെസ്, വെരി ഗുഡ്. നെക്സ്റ്റ്, ദ സെൻട്രിയോൾ അണ്ടർഗോസ് ഡ്യൂപ്ലിക്കേഷൻ ഡ്യൂറിംഗ്. സിമിലർ ക്വസ്റ്റ്യൻ നമ്മൾ ഒരുപാട് ചെയ്തു. ഈസ് ഡ്യൂറിംഗ് ദ S phase that happens in the animal cells. 9th question answer option 2 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The fruit fly has 8 chromosomes. That is, fruit flyന്റെ ഡിപ്ലോയിഡ് നമ്പർ 2n എന്ന് പറയുന്നത് 18 ആണ് അല്ലെ? സോറി, 8 ആണ് അല്ലെ? സോ during the interphase of mitosis, if the number of chromosome at G1 phase is 8, what would be the number of chromosomes after the S phase? അപ്പോ G1 ഫേസില് നമ്മളോട് ചോദിക്കുന്നത് നമ്പർ ഓഫ് ക്രോമസോംസിൽ ഇവിടെ എവിടെയെങ്കിലും മാറ്റം വരുന്നുണ്ടോ? മക്കള് പറഞ്ഞേ. യെസ്, G1 എസ്സില് G2 ക്രോമസോം നമ്പർ ഡിപ്ലോയിഡ് തന്നെയായിട്ടാണ് നിൽക്കുന്നത്. DNA കണ്ടന്റിൽ മാത്രമാണ് മാറ്റം വരുന്നത് അല്ലെ? DNA കണ്ടന്റ് ഇവിടെ 2C ആണെങ്കിൽ ഇവിടെ 4C ആയി, ഇവിടെ 4C ആയി. കാരണം ഇവിടെ S ഫേസിൽ DNA റെപ്ലിക്കേഷൻ നടന്നു. അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ എന്താ? യെസ്, during interphase of mitosis, number of chromosome at G1 phase is 8. Then number of chromosomes after the S phase will be what? It will be the same. It will be 8 only. Number of chromosomes മാറ്റം വരുന്നില്ല, പ്ലോയിഡിയിൽ മാറ്റം വരുന്നില്ല. യെസ്, correct. So option 3 ആണ് ഈ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. In a mitotic cycle, the correct sequence of phases is. Mitotic cycle കറക്റ്റ് സീക്വൻസ് ഓഫ് ഫേസസ് എന്താണ്? വെരി സിമ്പിൾ. ദാറ്റ് ഈസ് മൈറ്റോട്ടിക് സൈക്കിളിൽ ആദ്യം വരുന്നത് G1 S G2 ആൻഡ് ദെൻ M ഫേസ് ആണ് അല്ലെ? ആദ്യം ആ സെല്ല് വളരും, അത് ഇന്റർഫേസിലൂടെ കടന്നു പോകും. സോ G1 S G2 ആൻഡ് ദെൻ M ഫേസ് ആണ്. And then comes the next G1 S G2 and then the N phase.
മാം സ്പേം ആൻഡ് എഗിന്റെ പ്ലോയിഡി ഹാപ്ലോയിഡ് അല്ലേ? സോ അപ്പോ സൈഗോട്ട് ഉണ്ടാവുമ്പോ 46 പ്ലോയിഡി ആകുമ്പോ രണ്ടും ഡിഫറെന്റ് കോപ്പി അല്ലേ? അല്ലടാ, 23 അല്ലേ? നമ്മുടെ ഹാപ്ലോയിഡ് നമ്പർ എന്ന് പറയുന്നത് 23 അല്ലേ? ഡിപ്ലോയിഡ് നമ്പർ അല്ലേ 46? യെസ്. അപ്പം ഡിപ്ലോയിഡ് ആയിട്ടുള്ള ആ സെല്ലില് മിയോസിസ് നടന്നിട്ടല്ലേ നമുക്ക് 23 അങ്ങനെയുള്ള ഹാപ്ലോയിഡ് ഗ്യാമറ്റ്സ് കിട്ടുന്നത്. അവരല്ലേ സെക്ഷൽ റീപ്രൊഡക്ഷന്റെ സമയത്ത് ഫ്യൂസ് ആവുന്നത്. അങ്ങനെയാണ് നമ്മുടെ ക്രോമസോം നമ്പർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ബിക്കോസ് അവിടെ നടക്കുന്നത് ഗ്യാമറ്റ് ഫോർമേഷൻ സമയത്ത് നടക്കുന്നത് മിയോട്ടിക് ഡിവിഷൻ ആണ്. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റിന്റെ ആൻസർ എന്താണ്? G1, S, G2 ആൻഡ് M അല്ലെ? ഇതാണ് കറക്റ്റ് ഓർഡർ. ഓപ്ഷൻ 2 ആണ് 11 ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ വരുന്നത്. നൗ match the following events that occur in their respective phases of cell cycle and select the correct option. Again match the following. മക്കളെ എത്ര match the following ആ നോക്കടാ. എല്ലാ വർഷവും തന്നെ match the following ചോദിച്ചിട്ടുണ്ട് കേട്ടോ. G1 phase എന്താ നടക്കുന്നത്? നിങ്ങൾ തന്നെ മടുത്തിട്ടുണ്ടാവൂല്ലേ ഇതേ സിമിലർ സാധനം തന്നെ ചെയ്ത്? യെസ്, ഒരുപാട് സിമിലർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. match the following തന്നെ കുറേ വരുന്നുണ്ട്. Match the following. G1 phase എന്താ നടക്കുന്നത്? Cell growth and organelle duplication. S phase DNA replication and chromosome duplication. അത് നമുക്കറിയാം. DNA replication, chromosome duplication നടക്കുന്നത് ഇവിടെയാണ്. സോ B2 ആണെന്ന് നമുക്ക് മനസ്സിലായി. B2 ആയിട്ടുള്ള ഒരേ ഒരു ഓപ്ഷൻ. Now G2 phase. G2 ഫേസിലാണ് സെല്ല് ഗ്രോത്തും ഓർഗനൽസിന്റെ ഡ്യൂപ്ലിക്കേഷനും ഒക്കെ ശരിക്കും കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നത്. സോ C1 ആണ്. ആൻഡ് മെറ്റഫേസിൽ എന്താ നടക്കുന്നത്? അലൈൻമെന്റ് ഓഫ് ക്രോമസോംസ് D4 ആണ് അല്ലെ? ആൻഡ് എ എന്ന് പറയുന്നത് അപ്പോ 3 ആണ്. ദാറ്റ് ഈസ് സൈറ്റോപ്ലാസ്മിക് ഗ്രോത്ത്. സൈറ്റോപ്ലാസം നന്നായിട്ട് വളരുന്നു. സോ A3 ആണ്. സോ A3, B2, C1 ആൻഡ് D4. ഓപ്ഷൻ 4 ആണ് ഈ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ വരുന്നത്. കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ? യെസ്, സിമ്പിൾ അല്ലേ? G1 ഫേസിൽ സെല്ല് നന്നായിട്ട് വളരും, സൈറ്റോപ്ലാസ്മിക് ഗ്രോത്ത് നടക്കും. പക്ഷെ ഓർഗനൽസും അവിടെ വളരുന്നുണ്ട്. പക്ഷെ ഓർഗനൽസ് ഒക്കെ ഡബിൾ ആകുന്ന, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു നമ്മൾ പറയുന്നത് അത് G2 ഫേസിലാണ്. Miss chromosome exhibit high level of coiling and condensation at prophase or metaphase. Prophase കണ്ടൻസേഷൻ സ്റ്റാർട്ട് ചെയ്യും ടുവേർഡ്സ് ദി എൻഡ് ഓഫ് പ്രോഫേസ്. ലേറ്റ് പ്രോഫേസ് ആകുമ്പോൾ നമുക്ക് ക്രൊമാറ്റിഡ്സിനെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, മെറ്റഫേസിൽ അവർ മെറ്റഫേസ് പ്ലേറ്റിൽ അലൈൻ ചെയ്യും. ആൻഡ് മോർഫോളജി ഓഫ് ക്രോമസോംസ് പഠിക്കാൻ ഏറ്റവും എളുപ്പം മെറ്റഫേസ് ആണെന്ന് പറയുന്നു. അപ്പം ഹൈ ലെവൽ ഓഫ് കോയിലിംഗ് ആൻഡ് കണ്ടൻസേഷൻ കാണുന്നത് ശരിക്കും മെറ്റഫേസിലായിരിക്കും. കാരണം നമ്മൾ അവിടെയല്ലേ പിന്നെ ക്രോമസോമിന്റെ മോർഫോളജി പഠിക്കാൻ യൂസ് ചെയ്യുന്നത്. ഏറ്റവും നന്നായിട്ട് അവർ പാക്കേജ് ചെയ്ത് നിൽക്കുന്നത് മെറ്റഫേസിലാണ്. ഓക്കെ ആൽഫ. നൗ അപ്പൊ ഈ ക്വസ്റ്റിന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ 4 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സം ഡിവൈഡിംഗ് സെൽസ് എക്സിറ്റ് ദ സെൽ സൈക്കിൾ. ഇത് എപ്പോഴും സിമിലർ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് വരാറുണ്ട് അല്ലെ? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ. Exit the cell cycle and enter a vegetative inactive stage. This stage is called the Quiescent stage. This process occurs at the end of. അതായത് നമ്മുടെ NCERT-യിൽ നമുക്കൊരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു സെല്ല് ഇതാ ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്നു. അപ്പം ആ സെല്ല് ആദ്യം വരുന്നത് എങ്ങോട്ടേക്കാണ്? M ഫേസ് കഴിഞ്ഞ് വരുന്ന ഒരു സെല്ല് നേരെ വന്ന് കയറുന്നത് G1-ലേക്കാണ്. G1 കഴിഞ്ഞത് നേരെ പോകുന്നത് S ഫേസിലേക്കാണ്. പിന്നെ G2-ലേക്കാണ്. പിന്നെ അടുത്ത എമ്മിലേക്ക് കയറും അല്ലെ? അപ്പൊ ആ എമ്മിലാണ് എന്ത്? പ്രോഫേസ്, മെറ്റഫേസ്, ആനഫേസ്, ടീലോഫേസ് ഉള്ളത്. അപ്പൊ അത് കഴിഞ്ഞ് അത് വീണ്ടും അടുത്ത G1-ലേക്ക് കയറും. ചിലർക്ക് G1-ൽ കയറി അവർ കുറച്ച് വളർന്നു കഴിയുമ്പോൾ അവർക്ക് ഡിവൈഡ് ചെയ്യാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് അവർ എക്സിറ്റ് ചെയ്ത് G0 സ്റ്റേജിലേക്ക് പോകും. ഓക്കെ, അപ്പോ ഈ ക്വസ്റ്റിന്റെ ആൻസർ എന്താണ്? ദിസ് പ്രോസസ് ഓക്കേഴ്സ് അറ്റ് ദി എൻഡ് ഓഫ് ഏത് ഫേസിന്റെ എൻഡിലാണ് അവർ എക്സിറ്റ് ചെയ്ത് പുറത്തേക്ക് പോവാ? G1 ഫേസിന്റെ എൻഡിലാണ് പോവാ. M ഫേസിന്റെ എൻഡിലല്ല. G1-ൽ കയറി കുറച്ച് വളർന്നിട്ടാണ് അതിന്റെ അവസാനമാണ് അവർ എക്സിറ്റ് ചെയ്തിട്ട് എങ്ങോട്ടേക്ക് പോകുന്നത്? ക്വിസന്റ് സ്റ്റേജിലേക്ക് പോകുന്നത്. സോ ദിസ് പ്രോസസ് ഓക്കേഴ്സ് അറ്റ് ദി എൻഡ് ഓഫ് G1 ഫേസ്. ഇസ്ന്റ് ഇറ്റ് ചിൽഡ്രൻ? ഓപ്ഷൻ 1 ആണ് ഈ ക്വസ്റ്റിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സൈഗോട്ടിന്റെ പ്ലോയിഡി 46 അല്ലേ മിസ്? സൈഗോട്ടിന്റെ പ്ലോയിഡി, സൈഗോട്ട് ഉണ്ടായിരിക്കുന്നത് ഫ്യൂഷൻ കഴിഞ്ഞിട്ടല്ലേ? രണ്ട് ഗ്യാമറ്റ്സ് തമ്മിൽ ഫ്യൂസ് ചെയ്തിട്ടല്ലേ? അപ്പോ ഒരു ക്രോമസോമൽ 2 ക്രോമാറ്റിഡ് അല്ലേ? അപ്പം രണ്ട് ഡിഫറെന്റ് കോപ്പി ആണോ അതോ വേറെ ആണോ? ഗ്യാമറ്റ്സ് തമ്മിൽ ഫ്യൂസ് ചെയ്യുന്ന സമയത്ത്, ഗ്യാമറ്റിക് ഫ്യൂഷൻ ഉണ്ടാകുന്ന സമയത്ത് റീകോമിനന്റ് ആയിട്ടുള്ള ക്രോമസോംസ് ആണ് വരുന്നത്. രണ്ടുപേരും ഡിഫറെന്റ് കോപ്പി ആയിരിക്കും. ഫ്യൂസ് ചെയ്യുന്ന രണ്ടും ഡിഫറെന്റ് കോപ്പി ആയിരിക്കും, സെയിം കോപ്പി അല്ല. ഓക്കെ, ഐ തിങ്ക് മെബിന്റെ ഡൗട്ട് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ്. Identify the correct statement with regard to G1 phase, gap 1 of interphase. The reorganization of all cell components takes place. The cell is metabolically active. നമ്മളോട് ചോദിക്കുന്നത് G1-നെ കുറിച്ച് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. Cell is metabolically active and grows but does not replicate its DNA. Nuclear division takes place. DNA synthesis or replication takes place. എന്താണ് ഇവിടെ നമ്മുടെ ഇതിനെ കുറിച്ച് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് നമ്മളോട് ചോദിക്കുന്നത്.
റീഓർഗനൈസേഷൻ ഓഫ് മിസ് വെൻ ഓക്കെ, കോൺഫിഡൻസ് കൂട്ടാനല്ലേ, നമുക്ക് സെറ്റ് ആക്കാം. ആദ്യം ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യും. റീഓർഗനൈസേഷൻ നടക്കുന്നത് ഇവിടെയല്ല, സെല്ല് മെറ്റബോളിക്കലി ആക്റ്റീവ് ആണ് അല്ലെ, ആൻഡ് പക്ഷെ DNA റെപ്ലിക്കേഷൻ നടക്കുന്നില്ല. സോ ഓപ്ഷൻ 2 ആണ് ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ന്യൂക്ലിയർ ഡിവിഷൻ ഇല്ല, DNA സിന്തസിസ് ഇല്ല, ഇതൊന്നും നടക്കുന്നത് ഇവിടെയല്ല. കാരണം ന്യൂക്ലിയർ ഡിവിഷൻ നടക്കുന്നത് കാരിയോകൈനേസിന്റെ സമയത്താണ്. പ്രോഫേസ്, മെറ്റഫേസ്, ആനഫേസ്, ടീലോഫേസ്. DNA സിന്തസിസ് ഓർ DNA റെപ്ലിക്കേഷൻ നടക്കുന്നത് S ഫേസിലാണ്. സോ ഓപ്ഷൻ 2 ആണ് G1 നെ കുറിച്ച് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ്, സെൽസ് ഇൻ ദ G0 ഫേസ് terminate the cell cycle, exit the cell cycle, enter the cell cycle, suspend the cell cycle. G0 ഫേസിലുള്ള ഒരു സെല്ല് എന്താ ചെയ്യുന്നത്? ദേ ആർ എക്സിറ്റിംഗ് ഫ്രം ദ സെൽ സൈക്കിൾ. അതായത് സെൽ സൈക്കിൾ എന്ന് പറയുന്നത് സെല്ല് വളർന്ന് ഇന്റർഫേസ് കംപ്ലീറ്റ് ചെയ്ത് അടുത്ത എമ്മിലേക്ക് പോകുന്നതാണ് സെൽ സൈക്കിൾ. ആ സൈക്കിൾ എക്സിറ്റ് ചെയ്ത്, അതായത് ഒരു നോർമൽ സൈക്കിൾ എക്സിറ്റ് ചെയ്തിട്ട് അവർ പുറത്തു പോവാണ്. എന്നിട്ട് അവർ പറയാണ് ഞങ്ങൾ ഡിവൈഡ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. ഞങ്ങൾ സ്വന്തമായിട്ട് ഇനി ഇവിടെ നിന്നോളാം, ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ ഡിവൈഡ് ചെയ്യാൻ വരാം എന്നാണ് പറയുന്നത്. സോ ദേ ആർ എക്സിറ്റിംഗ് ദ സെൽ സൈക്കിൾ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ചിലർക്ക് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. 15th ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ 2. നെക്സ്റ്റ്, the correct sequence of phases in the cell cycle is. Cell cycle ന്റെ correct phase sequence ഏതൊക്കെയാണ്? സിമ്പിൾ ആണ്. That is G1, S, G2 and M. ഓപ്ഷൻ 1 ആണ് വരിക. G1, S, G2 and M 2019 വന്ന ക്വസ്റ്റ്യൻ ആണ്. During cell growth, DNA synthesis takes place in. DNA synthesis, DNA replication ഒക്കെ നടക്കുന്നത് നമ്മളുടെ S ഫേസിലാണ്. Isn't it children? Next, ഈസി ക്വസ്റ്റ്യൻസിന് ഞാൻ ഒരുപാട് സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, നമുക്ക് കൂടുതൽ ടഫ് ആയിട്ട് തോന്നുന്ന ക്വസ്റ്റ്യൻസിന് കൂടുതൽ സമയം നമുക്ക് ചെലവഴിക്കാം. മാച്ച് ദ ഫോളോയിങ് അഗെയിൻ. സിനാപ്സിസ് അലൈൻസ് ദ ഹോമോലോഗസ് ക്രോമസോംസ്. അത് നടക്കുന്നത്, സിനാപ്സിസ് നടക്കുന്നത് സൈഗോട്ടീനിലാണ്. ദാറ്റ് ഈസ് ഡ്യൂറിങ് ദ പ്രോഫേസ് 1 ഓഫ് മിയോസിസ് 1. സോ A2 ആണ് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യുക. A2 ആയിട്ടുള്ള 3 ഓപ്ഷൻ നമുക്കുണ്ട്. നൗ, സിന്തസിസ് ഓഫ് RNA ആൻഡ് പ്രോട്ടീൻ. പ്രോട്ടീൻ സിന്തസിസും RNAയുടെ സിന്തസിസും ഒക്കെ നടക്കുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ G2 ഫേസിലാണ്. സോ B3 ആണ്, ഇന്റർഫേസിലെ G2 ഫേസിലാണ്. സോ B3 ആണ്. A2 ആൻഡ് B3 ആയിട്ടുള്ള 2 ഓപ്ഷൻ ഉള്ളത്, ബാക്കിയുള്ള തന്നെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ആക്ഷൻ ഓഫ് എൻസൈം റീകോമ്പിനേസ്. റീകോമ്പിനേസിന്റെ ആക്ഷൻ, അതായത് ഇത് നമുക്കറിയാം പാക്കറ്റിൻ സ്റ്റേജിലാണ് ക്രോസിംഗ് ഓവർ നടക്കുന്നത്, അവിടെയാണ് റീകോമ്പിനേസ് എൻസൈം വരുന്നത്. സോ മിയോസിസ് 1 പ്രോഫേസ് 1 പാക്കറ്റിനിലാണ് റീകോമ്പിനേസ് എൻസൈമിന്റെ ആക്ഷൻ. സോ C5 ആണ്. സോ A2, B3, C5 ആയിട്ടുള്ളത് ഓപ്ഷൻ 2 ആണ്. ആൻഡ് D4, സെൻട്രോമിയേഴ്സ് ഡു നോട്ട് സെപ്പറേറ്റ് ബട്ട് ക്രൊമാറ്റിഡ്സ് മൂവ് ടുവേർഡ്സ് ദി ഓപ്പോസിറ്റ് പോൾ. സെൻട്രോമിയേഴ്സ് സെപ്പറേറ്റ് ചെയ്യുന്നില്ല, പക്ഷെ ക്രൊമാറ്റിഡ്സ്, അതായത് പെയർ ഓഫ് ക്രോമസോംസ് ആണ് ഇവിടെ സെപ്പറേറ്റ് ചെയ്യുന്നത്. സെൻട്രോമിയറിൽ നല്ല സ്പ്ലിറ്റ് ചെയ്യുന്നത്, പക്ഷെ ഹോമോലോഗസ് പെയർ ഓഫ് ക്രോമസോംസ് ആണ് ഇവിടെ സ്പ്ലിറ്റ് ചെയ്യുന്നത്. അപ്പം അത് ഏതിലാണ് നടക്കുന്നത്? മിയോസിസ് 1 ആനഫേസ് 1 അല്ലെ. അപ്പൊ D4 ആണ്. കാരണം ഇവിടെ ഇതൊരു സെറ്റ്, ഈ പെയർ ആണ് ഓപ്പോസിറ്റ് എൻഡ്സിലേക്ക് സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നത്. അല്ലാതെ ദേ ആർ നോട്ട് സ്പ്ലിറ്റിംഗ് ലൈക്ക് ദിസ് ആൻഡ് മൂവിങ് ടു ഓപ്പോസിറ്റ് സൈഡ്സ് ഫ്രം ദ സെൻട്രോമിയർ. അത് നടക്കുന്നത് ആനഫേസ് 2 Isn't it? സോ ഓപ്ഷൻ 2 ആണ് ഈ ക്വസ്റ്റിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇതിൽ കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലല്ലോ. ഓക്കെ, അപ്പൊ നമ്മൾ നേരെ പോകുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്കാണ്. ഡ്യൂറിംഗ് വിച്ച് ഫേസ് ഓഫ് ദ സെൽ സൈക്കിൾ amount of DNA in a cell remains at 4C level if the initial amount is denoted as 2C. അതായത് ഡ്യൂറിംഗ് വിച്ച് ഫേസ്, സിമിലർ ക്വസ്റ്റ്യൻ ഒരുപാട് പ്രാവശ്യം മക്കൾ ചെയ്തിട്ടുള്ളതായിരിക്കും. ഏത് ഫേസിലാണ്? അതായത് G1, S, G2, M. എമ്മിനെ നമ്മൾ വീണ്ടും തിരിക്കുന്നു. ദാറ്റ് ഈസ് കാരിയോകൈനേസിസ് ആൻഡ് സൈറ്റോകൈനേസിസ്. കാരിയോകൈനേസിനെ നമ്മൾ വീണ്ടും തിരിക്കുന്നു. പ്രോഫേസ്, മെറ്റഫേസ്, ആനഫേസ്, ടീലോഫേസ്. ഇവിടെ നമുക്ക് സൈറ്റോപ്ലാസം സ്പ്ലിറ്റ് ആയിട്ട് 2 ഡോട്ടർ സെൽസിനെ കിട്ടും. അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കയറി വരുന്ന ഒരു സെല്ല്, G1 വരുന്ന ഒരു സെല്ലിന്റെ DNA കണ്ടന്റ് എന്ന് പറയുന്നത് 2C ആണെങ്കിൽ S അത് 4C ആയി, G2 അത് 4C ആയി, കാരിയോകൈനേസിസിൽ ഫുള്ള് അത് 4C ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. കാരണം ഇവിടെ സെൽ വാള് സ്പ്ലിറ്റ് ആയിട്ടില്ല. 2 ന്യൂക്ലിയസ് ഫോം ചെയ്തിട്ടുണ്ട്, പക്ഷെ 2 സെൽ ആയിട്ടില്ല. സൈറ്റോകൈനേസിസിലാണ് ഇവർ 2C ആയിട്ട് 2 ഡോട്ടർ സെൽസ്, സൈറ്റോകൈനേസിസ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് 2 ഡോട്ടർ സെൽസ് ആയിട്ട് മാറുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? In which phase of the cell cycle the amount of DNA in a cell remains at 4C level if the initial amount is denoted as 2C. അപ്പം S-ൽ 4C ആണ്, G2-ൽ 4C ആണ്, M-ൽ ഫുൾ 4C ആണ്. സോ G0-ൽ അല്ല, ഇവിടുന്ന് എക്സിറ്റ് ചെയ്തിട്ടാണ് G0-ൽ പോകുന്നത്. അപ്പൊ G0-ൽ
2C തന്നെയാണ് DNA കണ്ടന്റ്. ഇതല്ല G0 and G1 അല്ല. G1 and S ആണോ? അല്ല. G2 and M ആണോ? മക്കളെ M phase എന്ന് പറയുന്നത് എന്താണ്? M phase എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ന്യൂക്ലിയർ ഡിവിഷൻ, ഇറ്റ് ഈസ് കാരിയോകൈനേസിസ് ആൻഡ് സൈറ്റോകൈനേസിസ്. അപ്പം M phase കഴിയുമ്പോൾ അറ്റ് ദി എൻഡ് ഓഫ് സൈറ്റോകൈനേസിസ് DNA കണ്ടന്റ് 2C ആയി അല്ലെ, 2C ആയിട്ട് ഈക്വൽ ആയിട്ട് സ്പ്ലിറ്റ് ആയി. അപ്പൊ നമുക്ക് M എന്ന് പറയാൻ പറ്റുമോ? M ഫേസിൽ DNA കണ്ടന്റ് ഈസ് റിമൈനിങ് അറ്റ് 4C ലെവൽ എന്ന് പറയാൻ പറ്റുമോ? കാരണം M കഴിഞ്ഞപ്പോഴേക്കും സൈറ്റോകൈനേസിസ് ആയപ്പോഴേക്കും 2C ആയിട്ട് മാറിയില്ലേ? അപ്പൊ ശരിക്കും ഏത് ഫേസിലാണ് ഇവര് ഓൺലി 4C ആയിട്ട് മാത്രം നിൽക്കുന്നത്? 4C ആയിട്ട് മാത്രം നിൽക്കുന്ന ഏതിലായിരിക്കും? ഓൺലി G2ലായിരിക്കില്ലേ? ഓപ്ഷൻ 3 അല്ലേ വരിക? തിങ്ക് ആൻസർ, തിങ്ക് ആൻഡ് ആൻസർ. M phase എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻക്ലൂസീവ് ഓഫ് കാരിയോകൈനേസിസ് ആൻഡ് സൈറ്റോകൈനേസിസ്. കാരിയോകൈനേസിസിൽ ന്യൂക്ലിയസിന്റെ ഡിവിഷൻ കംപ്ലീറ്റ് ചെയ്ത് നേരെ സൈറ്റോപ്ലാസം രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. അങ്ങനെ നമുക്ക് 2 ഡോട്ടർ സെൽസ് കിട്ടും. സോ വെൻ യു ഗെറ്റ് 2 ഡോട്ടർ സെൽസ് ദ ജെനറ്റിക് മെറ്റീരിയൽ ഇസ് ഓൾസോ ഈക്വലി ഡിവൈഡഡ്. സോ DNA കണ്ടന്റ് 2C ആണ്. Isn't it? So the correct answer to this question will be option 3. Okay, I hope you don't have any confusion. In the S phase of the cell cycle, amount of DNA doubles in each cell, amount of DNA remains the same in each cell, chromosome number is increased, amount of DNA is reduced to half in each cell. എന്താണ് S phase നടക്കുന്നത്? amount of DNA ഡബിൾ ചെയ്യാണോ ചെയ്യുന്നത്? amount of DNA remains the same in each cell, amount of DNA കണ്ടന്റ് ഡബിൾ ആവുന്നുണ്ട്, ക്രോമസോം നമ്പറിൽ മാറ്റമൊന്നും വരുന്നില്ല അല്ലെ. സോ amount of DNA doubles in each cell ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ക്രോമസോം നമ്പർ is not increased and amount of DNA is reduced to half. AIPMT വന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ 20th ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ 1 ആണ്. നെക്സ്റ്റ് നമ്മൾ M ഫേസിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതുവരെ ചെയ്തതൊക്കെ ഓക്കെ അല്ലേ? കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ? യെസ്, ഐ ഹോപ്പ് എവറിഥിങ് ഇസ് ക്ലിയർ, ഓൾ ഓഫ് യു. എല്ലാവർക്കും എല്ലാം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നോ ഡൗട്ട്സ്, നോ കൺഫ്യൂഷൻസ്, എവറിഥിങ് ഇസ് ഓക്കെ, നോ പ്രോബ്ലം. ഓക്കെ, പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം എല്ലാവരും. Spindle fibers attached to kinetochores of chromosomes during metaphase, anaphase, telophase, prophase. Spindle fibers ഇനി M phase ആണ് കേട്ടോ. മൈറ്റോസിന്റെ പിന്നെ മിയോസിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യുക. അപ്പൊ ഫസ്റ്റ് മൈറ്റോസിലെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. Spindle fibers attached to kinetochores of the chromosome. നമ്മളുടെ ക്രോമസോംസിന്റെ ക്രോമാറ്റിഡ്സിനെ ഒരുമിച്ച് നിർത്തുന്ന പാർട്ടിനെയാണ് നമ്മൾ സെൻട്രോമിയർ എന്ന് പറയുക. ദാറ്റ് ഈസ് ദ പ്രൈമറി കൺസ്ട്രക്ഷൻ. സോ നമ്മുടെ മെറ്റഫേസിൽ എത്തുമ്പോഴേക്കും ഇതിന്റെ 2 സൈഡിലേക്കും നമുക്കറിയാം 2 ഡിസ്ക് ഷേപ്ഡ് ആയിട്ടുള്ള പ്രോട്ടീനേഷ്യസ് സ്ട്രക്ചർ വന്ന് ഫോം ചെയ്യും, അറ്റാച്ച് ചെയ്യും. അതാണ് കൈനറ്റോകോർ എന്ന് പറയുന്നത്. അവിടേക്കാണ് സ്പിൻഡിൽ ഫൈബർ അറ്റാച്ച് ചെയ്യുക. എന്നിട്ടാണ് ഇവർ ഈ ക്രോമസോമിനെ ഓപ്പോസിറ്റ് എൻഡ്സിലേക്ക് മൂവ് ചെയ്ത് കൊണ്ടുപോകുക. സോ സ്പിൻഡിൽ ഫൈബേഴ്സ് അറ്റാച്ച് ടു കൈനറ്റോകോർസ് ഓഫ് ദ ക്രോമസോംസ് ഡ്യൂറിങ് മെറ്റഫേസ്, അനഫേസ്, ടിലോഫേസ്, പ്രോഫേസ്. മെറ്റഫേസിലാണ് ഇത് നടക്കുന്നത് അല്ലെ. ഇവര് നമ്മളുടെ എന്താ പറയാ ഇവിടെ അറേഞ്ച് ചെയ്യുന്നു, മെറ്റഫേസ് പ്ലേറ്റിൽ അറേഞ്ച് ചെയ്യുന്നു. ആ സമയത്ത് ഇവർ വന്ന് അറ്റാച്ച് ചെയ്യും. എന്നിട്ട് സ്പ്ലിറ്റിംഗ് നടക്കുന്നത് ആനഫേസിലാണ്. ഓപ്പോസിറ്റ് എൻഡ്സിലേക്ക് ഇവരെ വലിച്ചു കൊണ്ടുപോകുന്നത് ആനഫേസിലാണ്, പക്ഷെ അറ്റാച്ച് ചെയ്യുന്നത് മെറ്റഫേസിലാണ്. ഇസ്ന്റ് ഇറ്റ്? സോ ഓപ്ഷൻ 1 ആണ് ഈ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ആർക്കാണ് തെറ്റിപ്പോയത്? യെസ്, ബ്ലിങ്ക് ആൻഡ് ആർമി ഗേളോ, അവർക്ക് തെറ്റിപ്പോയി. During which stage of mitosis and meiosis, respectively, does the centromere of each chromosome split? സെൻട്രോമിയറിൽ നിന്നും സ്പ്ലിറ്റ് ആകുന്നത് ഏത് സ്റ്റേജിലാണ്? ഇത് നമ്മളുടെ ക്രോമസോം ആണ്. അപ്പൊ ക്രോമസോം ഓപ്പോസിറ്റ് പോൾസിലേക്ക് മൂവ് ചെയ്യുമ്പോൾ when does it split from the centromere? സെൻട്രോമിയറിൽ സ്പ്ലിറ്റ് ആകുന്നത്. സോ ഓപ്ഷൻ 4 ആണ് ഈ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 22nd ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 4. യെസ് എവ്രി വൺ, ചെറിയൊരു സ്റ്റക്ക് വന്നിട്ടുണ്ടാകും ഇടയ്ക്ക്, പക്ഷെ കുഴപ്പമൊന്നുമില്ല. ചെറിയൊരു സ്റ്റക്ക് ഇടയ്ക്ക് വന്നു പോയിട്ടുണ്ട്, പക്ഷെ കുഴപ്പമൊന്നുമില്ല, ഞാൻ അവിടെ തന്നെ ഉണ്ട്. ഈ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ എന്താണ് മക്കളെ? ഓപ്ഷൻ 4 ആണ് അല്ലെ, അനഫേസ് ആൻഡ് അനഫേസ് 2. നെക്സ്റ്റ്, സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ്. ടെട്രാഡ് ഫോർമേഷൻ ഈസ് സീൻ ഡ്യൂറിംഗ് ലെപ്റ്റോട്ടീൻ. യെസ് എവറിബഡി? എല്ലാവർക്കും എന്നെ കാണാനും കേൾക്കാനും പറ്റുന്നില്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ? യെസ്, I'm visible and audible to everybody, right? എല്ലാവർക്കും കാണാനും കേൾക്കാനും പറ്റുന്നില്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ? ക്വസ്റ്റ്യൻ കാണാൻ പറ്റുന്നില്ലേ?
ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല എല്ലാവർക്കും? നോ പ്രോബ്ലം റൈറ്റ്? ഓക്കെ ഗ്രേറ്റ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യടാ. സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ്. ഇത് 2023 വന്ന ക്വസ്റ്റ്യൻ ആണ്. ടെട്രാഡ് ഫോർമേഷൻ ഇസ് സീൻ ഡ്യൂറിംഗ് ലെപ്റ്റോട്ടീൻ. ടെട്രാഡ് ഫോം ചെയ്യുന്നത് എപ്പോഴാണ്? ഡ്യൂറിംഗ് ആനഫേസ് ദ സെൻട്രോമിയർ സ്പ്ലിറ്റ് ആൻഡ് ക്രോമാറ്റിഡ്സ് സെപ്പറേറ്റ്. Terminalization takes place during Pachytene. Nucleolus Golgi complex and endoplasmic reticulum are reformed during telophase. Crossing over takes place between sister chromatids of homologous chromosomes. അപ്പം ടെട്രാഡ് ഫോർമേഷൻ നടക്കുന്നത് നമ്മുടെ മിയോസിസ് 1 പ്രോഫേസ് 1 സൈഗോട്ടീൻ സ്റ്റേജിലാണ്. കാരണം രണ്ട് ക്രോമസോംസ് തമ്മിൽ, ഹോമോലോഗസ് ക്രോമസോംസ് തമ്മിൽ പെയർ ചെയ്തിട്ട് അവര് തമ്മിൽ ഇവിടെ ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യും അല്ലെ. ഇതാ ഇങ്ങനെ ഇവര് അടുത്തടുത്ത് വന്ന് നിൽക്കും. അപ്പൊ ഇവര് തമ്മിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ആ കണക്ഷന് നമ്മൾ എന്താ പറയാ, സിനാപ്സിസ് എന്ന് പറയും. അവർ ഫോം ചെയ്യുന്ന ആ കോംപ്ലക്സ് ആണ് സിനാപ്റ്റോണിമൽ കോംപ്ലക്സ് അല്ലെ. അപ്പൊ ഇവരിങ്ങനെ അടുത്തടുത്ത് നിൽക്കുമ്പോൾ നമുക്ക് ഒരു ക്രോമസോം മറ്റേ ക്രോമസോമിന്റെ മുകളിൽ സൂപ്പർ ഇമ്പോസ് ചെയ്ത പോലെ തോന്നും. അതിനെയാണ് നമ്മൾ ബൈവാലന്റ് അല്ലെങ്കിൽ ടെട്രാഡ് എന്ന് പറയുന്നത്. ഓർക്കുന്നുണ്ടോ? ബൈവാലന്റ് അല്ലെങ്കിൽ ടെട്രാഡ് എന്ന് പറയും. ഇറ്റ് ഈസ് കൺസിസ്റ്റിംഗ് ഓഫ് 2 സെൻട്രോമിയേഴ്സ് ആൻഡ് 4 സിസ്റ്റർ ക്രോമാറ്റിഡ്സ്. ഒരു ബൈവാലന്റ് അല്ലെങ്കിൽ ടെട്രാഡിന് 2 സെൻട്രോമിയേഴ്സ് ഉണ്ട്, 4 സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ഉണ്ട്. കാരണം 2 ക്രോമസോംസ് ഇങ്ങനെ അടുത്തടുത്ത് ഒട്ടി നിൽക്കുകയാണ് അല്ലെ. അത് നടക്കുന്നത് എവിടെയാ? സൈഗോട്ടീൻ സ്റ്റേജിലാണ്. സോ ടെട്രാഡ് ഫോർമേഷൻ നടക്കുന്നത് സൈഗോട്ടീൻ സ്റ്റേജിലാണ്. പക്ഷെ അവരെ ഭയങ്കര വിസിബിൾ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് പാക്കിറ്റീനിലാണ്. അപ്പോൾ ടെട്രാഡ് ഫോർമേഷൻ ഇസ് സീൻ ഡ്യൂറിംഗ് ലെപ്റ്റോട്ടീൻ എന്ന് പറയുന്നത് തെറ്റാണ്. During anaphase, the centromeres split and the chromatids separate. Centromeres split ചെയ്ത് chromatids separate ചെയ്യും. അത് കറക്റ്റ് ആണ്. Terminalization takes place during Pachytene. പാക്കറ്റീനിൽ നടക്കുന്ന ക്രോസിംഗ് ഓവർ ആണ്. എക്സ്ചേഞ്ച് ഓഫ് ജനറ്റിക് മെറ്റീരിയൽ ബിറ്റ്വീൻ ദ നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ഓഫ് ഹോമോലോഗസ് ക്രോമസോം. അത് കഴിഞ്ഞിട്ട് അവരവിടെ എന്താ പറയുക, ആ ക്രോസ് ഓവർ നിന്ന സ്ഥലത്ത് തന്നെ ഒട്ടി നിൽക്കും. അതായത് ഖയാസ്മേറ്റ ഫോർമേഷൻ നടക്കും അല്ലെ. അത് നടക്കുന്നത് എവിടെയാണ്? ഡിപ്ലോട്ടീനിലാണ്. അത് കഴിഞ്ഞിട്ട് ഡിസൊല്യൂഷൻ ഓഫ് സിനാപ്റ്റോണിമൽ കോംപ്ലക്സ് നടക്കുന്നത് ഡിപ്ലോട്ടീനിലാണ്. അതിനുശേഷം ടെർമിനലൈസേഷൻ ഓഫ് ഖയാസ്മേറ്റ നടക്കുന്നത് നമ്മളുടെ ഡയാഖൈനേസ് സ്റ്റേജിലാണ് അല്ലെ. ഖയാസ്മേറ്റയും സ്പ്ലിറ്റ് ചെയ്ത് അവർ കംപ്ലീറ്റ് ആയിട്ട് സെപ്പറേറ്റ് ആയി മാറുന്നത് നമ്മളുടെ ഡയാഖൈനേസ് സ്റ്റേജിലാണ്. അപ്പൊ ഇത് തെറ്റാണ്. ന്യൂക്ലിയോലസ് ഗോൾഗി കോംപ്ലക്സ് ആൻഡ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം റീഫോം ഡ്യൂറിംഗ് ടീലോഫേസ്. ഇത് കറക്റ്റ് ആണ്. കാരണം വീണ്ടും അവരൊരു പുതിയ ന്യൂക്ലിയസ് ഒക്കെ ഫോം ചെയ്ത് പുതിയ ഡോട്ടർ സെൽസ് ആയിട്ട് മാറുകയാണ്. ക്രോസിംഗ് ഓവർ ടേക്സ് പ്ലേസ് ബിറ്റ്വീൻ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ഓഫ് ഹോമോലോഗസ് ക്രോമസോം എന്ന് പറയുന്നത് തെറ്റല്ലേ. ക്രോസിംഗ് ഓവർ നടക്കുന്ന ആര് തമ്മിലാ? ഇത് ഒരു ക്രോമസോം, ഇത് ഒരു ക്രോമസോം. ഇത് രണ്ടും അവരുടെ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ആണ്. പക്ഷെ ഈ നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് തമ്മിൽ ഇവരും തമ്മിലാണ് എക്സ്ചേഞ്ച് നടക്കുന്നത് അല്ലെ. സോ ഇതിന് നമ്മുടെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണ്? ബിയും ഡിയും ഓൺലി. ബി ആൻഡ് ഡി ഓൺലി ആണ്. സോ ഓപ്ഷൻ 3 ആണ് ഈ ക്വസ്റ്റിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 23rd ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ. നമ്മുടെ കോഡൊക്കെ ഓർമ്മയുണ്ടല്ലേ? ശില്പ പറയുന്നുണ്ട് ലേസി പഠിപ്പിഡയാണ്. ലെപ്റ്റോട്ടീൻ, സൈഗോട്ടീൻ, പാക്കറ്റീൻ, ഡിപ്ലോട്ടീൻ, ഡയാഖൈനേസിസ്. യെസ്, വെരി ഗുഡ്. ഐ എം സോ ഹാപ്പി. കോഡൊക്കെ ഓർമ്മയുണ്ടല്ലോ. 23rd ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 3 ആണ്. നെക്സ്റ്റ് 24th ക്വസ്റ്റ്യൻ. വിത്ത് റെസ്പെക്ട് ടു മെറ്റഫേസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഇൻകറക്റ്റ്? ഇതിൽ റോങ് ആയിട്ടുള്ളത്, തെറ്റായിട്ടുള്ളത് എന്താണ്? Complete disintegration of nuclear envelope takes place. മെറ്റഫേസിനെ കുറിച്ചാണ്. ഓക്കെ. Chromosomes are highly condensed. Metaphase chromosomes are made up of 4 sister chromatids held together by a centromere. Chromosomes lie at equator of the cell. ഇതില് കംപ്ലീറ്റ് ഡിസ്റ്റിംഗ്രേഷൻ ഓഫ് ന്യൂക്ലിയർ എൻവലപ്പ് ടേക്ക് പ്ലേസ്. കാരണം അപ്പോഴേക്കും പ്രോഫേസിൽ തന്നെ അത് ഇനിഷ്യേറ്റ് ചെയ്യും. മെറ്റഫേസ് ആകുമ്പോഴേക്കും ന്യൂക്ലിയർ എൻവലപ്പ് ഒന്നും ഇല്ല അല്ലെ. എല്ലാവരും കൂടെ മറ്റേ ഇക്വറ്റോറിയൽ പ്ലേറ്റിൽ അലൈൻ ചെയ്യാണ്. ക്രോമസോംസ് ഹൈലി കണ്ടൻസ്ഡ് ആണ്. നമുക്ക് ക്രോമസോമിന്റെ മോർഫോളജി പഠിക്കാൻ ഏറ്റവും നല്ല സ്റ്റേജ് ആണ് ഇത്. മെറ്റഫേസ് ക്രോമസോംസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് 4 സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ഹെൽഡ് ടുഗെദർ ബൈ സെൻട്രോമിയർ ആണോ? ഇങ്ങനെയാണോ? ഐ മീൻ 4 സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ആണോ അവർക്കുള്ളത്? 2 സിസ്റ്റർ ക്രോമാറ്റിഡ്സ് അല്ലെ. 2 സിസ്റ്റർ ക്രോമാറ്റിഡ്സിനെ ഒരു സെൻട്രോമിയർ ഇങ്ങനെ ഹോൾഡ് ചെയ്യുന്നു. സോ 2 സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ആണ്. ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പൊ ഇതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ക്രോമസോംസ് ലൈ അറ്റ് ദി ഇക്വേറ്റർ ഓഫ് ദ സെൽ. ഇക്വേറ്ററിൽ വന്നിട്ട് എല്ലാവരും അവിടെ ചെയ്യുമ്പോഴാണ് നമ്മളുടെ സെൻട്രോമിയറിന്റെ 2 സൈഡിലേക്കും കൈനറ്റോകോർ പ്രോട്ടീൻ അറ്റാച്ച് ചെയ്ത് സ്പിൻഡിൽ ഫൈബർ അവിടെ അറ്റാച്ച് ചെയ്യുന്നത് അല്ലെ. സോ ഓപ്ഷൻ 3 ആണ് ഈ ക്വസ്റ്റിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ്. Given below are 2 statements. Assertion, reason.
ഗ്രോത്ത് ഓഫ് ദ മൾട്ടിസെല്ലർ ഓർഗാനിസം ഈസ് ഡ്യൂ ടു മൈറ്റോസിസ്. മൈറ്റോസിസ് ഇങ്ങനെ നമുക്കറിയാം മെരിസ്റ്റമാറ്റിക് സെൽസിലും അതേപോലെ നമ്മുടെ ആക്റ്റീവ് ഗ്രോയിങ് സെൽസിലും സൊമാറ്റിക് സെൽസിലും ഒക്കെ മൈറ്റോസിസ് നടക്കുന്നതുകൊണ്ടാണ് നമുക്ക് വളരാൻ പറ്റുന്നത്. ബിക്കോസ് മൈറ്റോസിസ് ഇസ് ഓൾസോ കോൾഡ് ആസ് എൻ ഇക്വേഷണൽ ഡിവിഷൻ ആൻഡ് ഇറ്റ് ഓഫേഴ്സ് ജെനറ്റിക് സ്റ്റെബിലിറ്റി. ക്വസ്റ്റ്യന്റെ ആൻസർ എന്താടാ? ഗ്രോത്ത് ഇൻ മൾട്ടിസെല്ലർ ഓർഗാനിസം ഈസ് ഡ്യൂ ടു മൈറ്റോസിസ് എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. അതിന്റെ റീസൺ ആണോ ഇത്? മൈറ്റോസിസ് ഈക്വൽ ഡിവിഷൻ ആണ്. ക്രോമസോം നമ്പർ പാരന്റ്സിലുള്ളത് ഡിപ്ലോയിഡ് ആണെങ്കിൽ ഡോട്ടർ സെൽസിലും ഡിപ്ലോയിഡ് തന്നെയായിരിക്കും. അപ്പൊ ജെനറ്റിക് സ്റ്റെബിലിറ്റി ഇവർക്ക് കൊടുക്കുന്നുണ്ട്. കാരണം പാരന്റ്സിന്റെ അതേ ക്രോമസോം നമ്പർ തന്നെ ഇവിടെ, അതേ കാര്യം തന്നെ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ഇവർക്ക് പറ്റും. ഇവിടെ പുതിയ കോമ്പിനേഷൻസും കാര്യങ്ങളൊന്നും നടക്കുന്നില്ല നമ്മളുടെ മിയോസിസിലെ പോലെ അല്ലെ. അപ്പം ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആർ കറക്റ്റ്. രണ്ടും കറക്റ്റ് ആണ്. പക്ഷെ റീസൺ ഇസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് ദി അസേർഷൻ. മൈറ്റോസിസിനെ കുറിച്ചിട്ടുള്ള രണ്ട് കാര്യങ്ങളും കറക്റ്റ് തന്നെയാണ്. പക്ഷെ ഒന്നും മറ്റൊന്നിന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല അല്ലെ. ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആർ കറക്റ്റ് ആൻഡ് ബട്ട് റീസൺ ഇസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് ദി അസേർഷൻ. ഓപ്ഷൻ 4 ആണ് ഈ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ്? എല്ലാവരും ആൻസർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ? യെസ്, എല്ലാവരും. എനിക്ക് ആകെ 1-2 പേര് മാത്രമേ കൃത്യമായി കൺസിസ്റ്റന്റ് ആയിട്ട് ആൻസേഴ്സ് തരുന്നുള്ളൂ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് നെവർ ഒക്യൂർസ് ഡ്യൂറിംഗ് മൈറ്റോട്ടിക് സെൽ ഡിവിഷൻ? ഇതിൽ മൈറ്റോസിസിൽ ഒരിക്കലും നടക്കാത്തത് ഏതാണ്? കോയിലിംഗ് ആൻഡ് കണ്ടൻസേഷൻ ഓഫ് ക്രോമാറ്റിഡ്സ്, സ്പിൻഡിൽ ഫൈബേഴ്സ് അറ്റാച്ച് ടു കൈനറ്റോകോർസ് ഓഫ് ക്രോമോസോംസ്, മൂവ്മെന്റ് ഓഫ് സെൻട്രിയോൾസ് ടുവേർഡ്സ് ഓപ്പോസിറ്റ് പോൾസ്, പെയറിംഗ് ഓഫ് ഹോമോലോഗസ് ക്രോമസോംസ്. ഇത് മൈറ്റോസിസിൽ ഒരിക്കലും നടക്കാത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് നെവർ ഒക്കേഴ്സ് ഡ്യൂറിംഗ് മൈറ്റോസിസ് എന്നാണ് ചോദിക്കുന്നത്. കോയിലിംഗ് ആൻഡ് കണ്ടൻസേഷൻ ഓഫ് ക്രോമാറ്റിഡ്സ്, അതായത് കോയിലിംഗ് ആൻഡ് ഫോർമേഷൻ ഓഫ് പ്രോപ്പർ ക്രോമാറ്റിഡ്സ് ഒക്കെ നമുക്ക് എവിടെ കാണാൻ പറ്റും? മൈറ്റോസിസിൽ കാണാൻ പറ്റും അല്ലെ. ബിക്കോസ് അവരും പ്രോപ്പർ ക്രോമസോംസ് ഫോം ചെയ്യുന്നുണ്ട്. പ്രോഫേസിൽ ഇത് നടക്കും. മെറ്റഫേസ് ആവുമ്പോഴേക്കും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. സ്പിൻഡിൽ ഫൈബേഴ്സ് അറ്റാച്ച് ടു കൈനറ്റോകോർസ് ഓഫ് ക്രോമസോംസ്, അതും ഇവിടെ നടക്കുന്നുണ്ട്. മൂവ്മെന്റ് ഓഫ് സെൻട്രിയോൾസ് ടുവേർഡ്സ് ഓപ്പോസിറ്റ് പോൾസ്, അതും നടക്കുന്നുണ്ട്. പക്ഷെ പെയറിംഗ് നടക്കുന്നത് മിയോസിസിലാണ്. ഹോമോലോഗസ് ക്രോമസോംസ് പെയർ ചെയ്യുന്നത് മിയോസിസിലാണ്. മൈറ്റോസിസിൽ പെയറിംഗ് ഇല്ല. സോ ഓപ്ഷൻ 4 ആണ് ഈ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, സെലക്ട് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് വിത്ത് റെഫറൻസ് ടു മൈറ്റോസിസ്. മൈറ്റോസിസിനെ കുറിച്ച് റോങ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റ് എന്താണ്? സ്പ്ലിറ്റിംഗ് ഓഫ് സെൻട്രോമിയർ ഓക്കേഴ്സ് അറ്റ് ആനഫേസ്, അത് കറക്റ്റ് ആണ് അല്ലെ. സ്പ്ലിറ്റിംഗ് ഓഫ് സെൻട്രോമിയർ നിന്നതാ ഇവര് സ്പ്ലിറ്റ് ആയിട്ട് ഓപ്പോസിറ്റിലേക്ക് പോകും അല്ലെ. ഇതാ ഇങ്ങനെ ഓപ്പോസിറ്റ് എൻഡ്സിലേക്ക് ഇവരെ സ്പിൻഡിൽ ഫൈബർ വലിച്ചുകൊണ്ട് പോകും. ഓൾ ദ ക്രോമസോംസ് ലൈ അറ്റ് ഇക്വേറ്റർ അറ്റ് മെറ്റഫേസ്, അതും കറക്റ്റ് ആണ്. സ്പിൻഡിൽ ഫൈബേഴ്സ് അറ്റാച്ച് ടു ദ സെൻട്രോമിയർ ഓഫ് ദ ക്രോമസോംസ് ഡീകണ്ടൻസ് അറ്റ് ടീലോഫേസ്. സ്പിൻഡിൽ ഫൈബേഴ്സ് അറ്റാച്ച് ടു ദ സെൻട്രോമിയർ ഓഫ് ക്രോമസോംസ് ആണോ? യെസ്, സെൻട്രോമിയറിന്റെ രണ്ട് സൈഡിലുമായിട്ട് എന്താണ്? കൈനറ്റോകോർ പ്രോട്ടീൻ ഉണ്ട് അല്ലെ. ആ കൈനറ്റോകോർ പ്രോട്ടീനിലേക്കല്ലേ സ്പിൻഡിൽ ഫൈബർ വന്ന് അറ്റാച്ച് ചെയ്യുന്നത്? യെസ്. അപ്പൊ സ്പിൻഡിൽ ഫൈബേഴ്സ് അറ്റാച്ച് ടു ദ കൈനറ്റോകോർ ആണ്, നോട്ട് ടു ദ സെൻട്രോമിയർ. ഇതാണ് തെറ്റ് സ്റ്റേറ്റ്മെന്റ്. പിന്നെ ഇങ്ങനെ ഇരിക്കുന്ന ക്രോമസോംസ് ഓപ്പോസിറ്റ് എൻഡിൽ എത്തിക്കഴിഞ്ഞു, ക്രോമാറ്റിഡ്സ് ആയിട്ട് ഓപ്പോസിറ്റ് എൻഡിൽ എത്തിക്കഴിഞ്ഞ് അവർ ഡീകണ്ടൻസ് ചെയ്ത് വീണ്ടും ക്രൊമാറ്റിനായി, അതായത് ത്രെഡ് പോലെ ക്രൊമാറ്റിൻ മെറ്റീരിയൽ ആയി മാറുന്നത്, ഡീകണ്ടൻസ് ചെയ്യുന്നത് ടീലോഫേസിലാണ്. അത് കറക്റ്റ് ആണ് അല്ലെ. ഈ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ എന്താണ്? ഓപ്ഷൻ 3. Yes. Next, attachment of spindle fibers to kinetochores of chromosomes become evident in anaphase, telophase, prophase, metaphase. മക്കൾ പറയൂ. Yes, spindle fibersനെ attachment of spindle fibers to kinetochores of chromosomes എവിടെയാണ് എവിഡന്റ് ആകുന്നത്? anaphase, telophase, prophase, metaphase. എന്താണ് ഈ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ? യെസ്, മക്കൾ പറയൂ. ഏറ്റവും എവിഡന്റ് ആയിട്ട് സ്പിൻഡിൽ ഫൈബേഴ്സ് കൈനറ്റോകോർസിൽ അറ്റാച്ച് ചെയ്യുന്നത് ഏറ്റവും വൃത്തിയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ആനഫേസിലാണോ, ടീലോഫേസിലാണോ, പ്രോഫേസിലാണോ, മെറ്റഫേസിലാണോ? മെറ്റഫേസിലാണ്. അറ്റാച്ച്മെന്റ് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നത്, എവിഡന്റ് ആയിട്ട് കാണാൻ പറ്റുന്നത് മെറ്റഫേസിലാണ്. അവർ സ്പ്ലിറ്റ് ആകുന്നത് ആനഫേസിലാണ്. ഓപ്ഷൻ 4 ആണ് ഈ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ. Which of the following option gives the correct sequence of events during mitosis? മൈറ്റോസിസിൽ കറക്റ്റ് സീക്വൻസ് ഓഫ് ഇവന്റ്സ് ഏതാണ്? കണ്ടൻസേഷൻ, nuclear membrane disassembly, arrangement at the equator, centromere division, segregation, telophase. Condensation, crossing over illa mitosis. Condensation, centromere division, segregation, arrangement at the equator, telophase. That segregation alla first നടക്കുന്നത്. Condensation, nuclear membrane disassembly, crossing over illa. അപ്പോൾ ഫസ്റ്റ് വൺ തന്നെയാണ് അല്ലേ. മിസ് ക്രോമസോം നമ്പർ ഇന്ന്
വ്യത്യാസമില്ലെങ്കിൽ 2C 4C എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? മുത്തുമണി, മെബിൻ, മിസ് ഓൾറെഡി ഇത് ഡീറ്റെയിൽ ആയിട്ട് സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ എടുത്തപ്പോൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതായത് DNA കണ്ടന്റ് എങ്ങനെ ഡബിൾ ആകുന്നു, ക്രോമസോം നമ്പറിന് മാറ്റം എങ്ങനെ വരുന്നില്ല എന്നുള്ളത്. കാരണം നമ്മൾ ഒരു ക്രോമസോമിനെ, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, എന്നാലും ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം. മെബിനല്ലേ പേര്? മെബിനല്ലേ പേര്? ഇത് മെബിനാണ്. ഓക്കെ, മെബിൻ ആദ്യം ഒരു കാലും ഒരു കൈയും ഉള്ളൂ എന്ന് വിചാരിക്കുക. അതുപോലെയാണ് നമ്മളുടെ ഇനീഷ്യൽ സ്റ്റേജിൽ ഇപ്പൊ G1-ലുള്ള ഒരു ക്രോമസോം എന്ന് പറയുന്നത് ഇങ്ങനെയായിരുന്നു. ഓക്കെ, ക്രോമസോം വിത്ത് സിംഗിൾ ക്രോമാറ്റിഡ് ആയിരുന്നു. എസ് ഫേസ് ആയപ്പോഴേക്കും എന്തായി? നമ്മുടെ മെബിന് ഒരു കൈയും ഒരു കാലും ഉണ്ടായിരുന്ന മെബിന് ദേ ഒരു കൈയും ഒരു കാലും കൂടി ഉണ്ടായി. കറക്റ്റ്. അതായത് ഇങ്ങനെ ഇരുന്ന മെബിന് ഇതിന്റെ ഒരു കോപ്പിയും കൂടി ഉണ്ടായിന്ന്. അതായത് ഈ കാലിന്റെയും കൈന്റെ ഒരു കോപ്പിയല്ലേ ഇത്? ഇങ്ങനെ ഉണ്ടായി. ഓക്കെ, അപ്പം ഇനീഷ്യലി മെബിൻ എന്തായിരുന്നു? 2C ആയിരുന്നു. ഓക്കെ, അതായത് ക്രോമസോം വിത്ത് സിംഗിൾ ക്രോമാറ്റിഡ് ആയിരുന്നു. അപ്പം മെബിന്റെ പ്ലോയിഡി എന്തായിരുന്നു? N തന്നെയായിരുന്നു, അല്ലെങ്കിൽ 2N ആണോ? ജസ്റ്റ് ഒരു 2N ആയിരുന്നു എന്ന് വിചാരിക്കുക. ഓക്കെ, അതേ മെബിന് തന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ഒരു കാലും കൂടി വന്നു, അല്ലെങ്കിൽ ഒരു കൈയും കൂടി വന്നു. അതായത് ഇതിന്റെ അതേ കോപ്പി ഇതേ ഇവിടെ ഉണ്ടാക്കി. അപ്പൊ ഇവരിപ്പോ ക്രോമസോം വിത്ത് 2 ക്രോമാറ്റിഡ്സ് ആണ്. ഒരു സെൻട്രോമിയർ അവരെ ഹോൾഡ് ചെയ്യുന്നേ ഉള്ളൂ. ക്രോമസോം വിത്ത് 2 ക്രോമാറ്റിഡ്സ് ആണ്. അപ്പൊ ഇവിടെ DNA കണ്ടന്റ് എത്രയായി? ഡബിൾ ആയില്ലേ? ഒരു കൈയും ഒരു കാലും ഉള്ള മെബിന് അതേ വെയിറ്റ് ഉള്ള ഒരു കൈയും ഒരു കാലും കൂടെ വരുമ്പോ ഡബിൾ ആയില്ലേ? വെയിറ്റ് കൂടിയില്ലേ? വെയിറ്റ് കൂടി എന്ന് പറഞ്ഞപ്പോ എന്താ? 2 കിലോ ആയിട്ടുള്ളത് 4 കിലോ ആയി. 2 കിലോ ഉണ്ടായിരുന്ന മെബിൻ ഇപ്പൊ 4 കിലോ ആയി. ദാറ്റ് ഈസ് 4C ആയി. പക്ഷെ ക്രോമസോം നമ്പർ മാറുന്നുണ്ടോ? ഇല്ല. കാരണം ഇതെന്താണ്? ഇത് ഒരു ക്രോമസോം ആണ്. ക്രോമസോം ഇതൊരു സിംഗിൾ ക്രോമസോം ആണ്. 1 ക്രോമസോം വിത്ത് 1 ക്രോമാറ്റിഡ് ആണ്. ഇങ്ങനെ വരുമ്പോഴും ഇതും ഒരേ ക്രോമസോം തന്നെയാണ്. കാരണം ഇതിന്റെ അതേ കോപ്പിയാണ്, മെബിന്റെ ഈ കൈന്റെ അതേ കോപ്പിയാണ് ഇപ്പുറത്തുണ്ടായത്, ഈ കാലിന്റെ അതേ കോപ്പിയാണ് ഇപ്പുറത്തുണ്ടായത്. ഓക്കെ, അപ്പൊ ഇത് 1 ക്രോമസോം വിത്ത് 2 ക്രോമാറ്റിഡ്. ഇറ്റ് കണ്ടെയ്ൻസ് ദ സെയിം കണ്ടന്റ്, സെയിം ജീൻസ്. മനസ്സിലായോ? ഇതിന്റെ ഒരു കോപ്പി ഇപ്പുറത്ത് ഉണ്ടായെന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ DNA കണ്ടന്റ് 4C ആയെങ്കിലും മെബിന്റെ വെയിറ്റ് കൂടിയെങ്കിലും പക്ഷേ നമ്മുടെ പ്ലോയിഡി ക്രോമസോം നമ്പർ സെയിം ആയിട്ട് തന്നെ നിൽക്കുന്നത്. കാരണം ഇവിടെയും ഇത് ഒരു ക്രോമസോം ആയിട്ടേ കൺസിഡർ ചെയ്യുന്നുള്ളൂ, ഇവിടെയും ഇതിനെ ഒരു ക്രോമസോം ആയിട്ടേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. മനസ്സിലായോ? യെസ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എസ് ഫേസ് കഴിയുമ്പോഴേക്കും DNA കണ്ടന്റ് ഡബിൾ ആകുന്നുണ്ട്, പക്ഷെ ക്രോമസോം നമ്പർ ഇറ്റ് റിമെയിൻസ് ദ സെയിം. ഓക്കെ, മെബിന് സിമ്പിൾ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അത് ഞാൻ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ എന്താണ്? കണ്ടൻസേഷൻ ആണ് ആദ്യം നടക്കുന്നത്. ന്യൂക്ലിയർ മെമ്പറൈൻ ഡിസഅസംബ്ലി, അറേഞ്ച്മെന്റ് അറ്റ് ദി ഇക്വേറ്റർ, സെൻട്രോമിയർ ഡിവിഷൻ, സെഗ്രിഗേഷൻ, ടീലോഫേസ്. ഓപ്ഷൻ 1 ആണ് ഈ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ വരിക, അല്ലെ? നെക്സ്റ്റ്, സ്പിൻഡിൽ ഫൈബേഴ്സ് അറ്റാച്ച് ഓൺ ടു. സ്പിൻഡിൽ ഫൈബർ എവിടെ അറ്റാച്ച് ചെയ്യുന്നത്? കൈനറ്റോകോർ ഓഫ് ദ ക്രോമസോം, സെൻട്രോമിയർ ഓഫ് ദ ക്രോമസോം, കൈനറ്റോസോം ഓഫ് ദ ക്രോമസോം, ടീലോമിയർ ഓഫ് ദ ക്രോമസോം. ഹിയർ സ്പിൻഡിൽ ഫൈബേഴ്സ് അറ്റാച്ച് ടു ദ കൈനറ്റോകോർസ് ഓഫ് ദ ക്രോമസോം. അതുകൊണ്ടാണ് അവർക്ക് സെന്ററിൽ ഈക്വൽ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെ? മൻസൂർ പറയണു ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. മിയോസിസിലെ ക്വസ്റ്റ്യൻസ് ചെയ്യാട്ടോ, നമുക്ക് ക്രോമസോം നമ്പർ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവണം. ഇത് PYQ ഡിസ്കഷൻ അല്ലേ? അപ്പം എന്തൊക്കെ ഇതുവരെ ചോദിച്ചിട്ടുണ്ടോ ലാസ്റ്റ് ഒരു 13 ഇയേഴ്സിൽ നമ്മൾ അതൊക്കെ കവർ ചെയ്യുന്നുണ്ട് ഈ ഒരു സെഷനിൽ. കൈനറ്റോകോർ ഓഫ് ദ ക്രോമസോം ആണ്, അല്ലെ? സിമ്പിൾ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, during the metaphase stage of mitosis, spindle fibers attach to chromosomes at kinetochore. Kando again, both centromere and kinetochore. Centromere, kinetochore and areas adjoining centromere. Centromere. ഒരേ ഒരു ആൻസർ അതിനുള്ളൂ, ഒരേ ഒരു രാജ. Spindle fibers attach to chromosomes at the kinetochore, which is around the centromere, isn't it? Option 1 ആണ് ഈ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ. ബോത്ത് സെൻട്രോമിയർ ആൻഡ് കൈനറ്റോകോർ എന്ന് പറയില്ല, കൈനറ്റോകോറിലാണ് സ്പിൻഡിൽ ഫൈബർ അറ്റാച്ച് ചെയ്യുന്നത്. എപ്പോഴും ചോദിക്കുന്നതാണ്. നോക്ക്, ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻ 2023 2013 ചോദിച്ച ചോദ്യമാണ്. A stage of mitosis is shown in the diagram. Which stage is it and why? What are its characteristics? എല്ലാരും പറയൂ. യെസ്, മൈറ്റോസിന്റെ ഒരു സ്റ്റേജ് ആണിത്. ഇത് മെറ്റഫേസ് ആണ് കാണിച്ചിരിക്കുന്നത്. കാരണം ക്രോമസോംസ് ഇക്വേറ്ററിൽ അസൈൻ ചെയ്തിട്ടുണ്ട്, പിന്നെ സ്പിൻഡിൽ ഫൈബേഴ്സ് കൈനറ്റോകോറിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സ്പിൻഡിൽ ഫൈബേഴ്സ് അറ്റാച്ച് ടു കൈനറ്റോകോർ, സെൻട്രോമിയർ സ്പ്ലിറ്റ് ആൻഡ് ക്രോമാറ്റിഡ് സെപ്പറേഷൻ ഇവിടെ നടക്കുന്നില്ല. ക്രോമസോംസ് ആർ മൂവ് ടു സ്പിൻഡിൽ ഇക്വേറ്റർ. Chromosomes are made up of 2 sister chromatids. Anaphase അല്ല, late prophase അല്ല. It is metaphase where chromosomes are there at the equator and they are made up of
2 സിസ്റ്റർ ക്രൊമാറ്റിഡ്സ്. ഓരോന്നിനും 2 സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് വെച്ചിട്ടാണ് ഓരോ ക്രോമസോമിനും ഉള്ളത്. നെക്സ്റ്റ്, a stage in cell division is given below. Select the correct answer. ഇതിൽ എന്താണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ടീലോഫേസ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് ലേറ്റ് ആനഫേസും സൈറ്റോകൈനേസസും നോക്കണ്ട, കാരണം സെല്ല് സെപ്പറേറ്റ് ആയിട്ടില്ല, കംപ്ലീറ്റ്ലി ഡിവൈഡഡ് ആയിട്ടില്ല. Endoplasmic reticulum and nucleolus is not reformed yet. Nuclear envelope reforms, Golgi complex reforms. Telophase ആണ് ന്യൂക്ലിയർ എൻവലപ്പും ഗോൾഗി കോംപ്ലക്സും ഒക്കെ റീഫോം ചെയ്യുന്നുണ്ട്. ഓപ്ഷൻ 4 ആണ് വരെ. എന്താ ആരും ആൻസർ ചെയ്യാത്തത്? യെസ്, ഡയഗ്രാം കാണുന്നില്ലേ? ഓപ്ഷൻ 4 അല്ലേ വരിക? ആൽഫ ആൻസർ ചെയ്തു. ഓക്കെ, നിത, പുണ്യ, വെരി ഗുഡ്. ഓപ്ഷൻ 4 ആണ്, ടീലോഫേസ് ആണ് അല്ലേ. ഓക്കെ, നെക്സ്റ്റ്, ഐഡന്റിഫൈ ദ മിയോട്ടിക് സ്റ്റേജ് ഇൻ വിച്ച്. ഇനി മിയോസിസിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യുന്നത്. എംഫേസിലെ മിയോസിസിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, ഐഡന്റിഫൈ ദ മിയോട്ടിക് സ്റ്റേജ് ഇൻ വിച്ച് ഹോമോലോഗസ് ക്രോമസോംസ് സെപ്പറേറ്റ് വൈൽ ദ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് റിമെയിൻ അസോസിയേറ്റഡ് അറ്റ് ദ സെൻട്രോമിയർ. നോക്കിക്കേ, ഹോമോലോഗസ് ക്രോമസോംസ് സെപ്പറേറ്റ് ചെയ്യുന്നത് എവിടെ നിന്നാണെന്നാണ് ചോദിക്കുന്നത്. അതായത് ഇങ്ങനെ ഇപ്പൊ ക്രോസിംഗ് ഓവർ ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഹോമോലോഗസ് പെയർ ഓഫ് ക്രോമസോം മെറ്റഫേസിൽ ഇവിടെ അലൈൻ ചെയ്തിട്ടുണ്ട്, ഇക്വേറ്ററിൽ അസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെയുള്ള കുറച്ച് കണ്ടന്റ് ഇങ്ങോട്ടേക്കും ഇവിടെയുള്ള കണ്ടന്റ് ഇങ്ങോട്ടേക്കും വന്നിട്ടുണ്ട്. ഇനി ഇവരുടെ സൈഡിലേക്ക്, ഇവരെ രണ്ടുപേരുടെയും സൈഡിലേക്ക് നമ്മളുടെ സ്പിൻഡിൽ ഫൈബർ വന്നിട്ട് ഇതാ ഇവരെ ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് സ്പ്ലിറ്റ് ആയി പോവാണ് ചെയ്യുക. സോ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ഇങ്ങനെ അലൈൻ ചെയ്ത് ദേ വിൽ റിമെയിൻ അസോസിയേറ്റഡ്. ഈ പെയർ ഓഫ് ക്രോമസോം, ഈ പെയറിലെ ഇവരാണ് സ്പ്ലിറ്റ് ആയിട്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകുന്നത്. ദാറ്റ് വിൽ ഹാപ്പൻ ഡ്യൂറിങ് ആനഫേസ് 1 ഓഫ് മിയോസിസ് 1 അല്ലെ. ആനഫേസ് 1 അത് നടക്കുക. കാരണം ആനഫേസ് 2 സെൻട്രോമിയർ സ്പ്ലിറ്റ് ചെയ്ത് ക്രോമാറ്റിഡ്സ് സെപ്പറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ 34th ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ 2 ആണ്. നെക്സ്റ്റ്, റീകോമ്പിനേഷൻ ബിറ്റ്വീൻ ഹോമോലോഗസ് ക്രോമസോംസ് ഇസ് കംപ്ലീറ്റഡ് ബൈ ദി എൻഡ് ഓഫ്. റീകോമ്പിനേഷൻ, ഹോമോലോഗസ് ക്രോമസോംസിന്റെ റീകോമ്പിനേഷൻ എവിടെയാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്? ഡയാകൈനേസിസ്, സൈഗോട്ടീൻ, ഡിപ്ലോട്ടീൻ, പാക്കറ്റീൻ. അതായത് ക്രോസിംഗ് ഓവർ നടക്കുന്നത്, എക്സ്ചേഞ്ച് ഓഫ് ജനറ്റിക് മെറ്റീരിയൽ നടക്കുന്നത്, അവിടെയുള്ളത് ഇവിടെയും ഇവിടെയുള്ളത് അവിടേക്കും പോകുന്നത്, അത് ഏത് സ്റ്റേജിലാണ് നടക്കുന്നത് മക്കളെ? ദാറ്റ് ഹാപ്പൻസ് ഡ്യൂറിങ് മിയോസിസ് 1 പ്രോഫേസ് 1 പാക്കറ്റീൻ സ്റ്റേജിലാണ് അല്ലെ. റീകോമ്പിനേഷൻ അല്ലെങ്കിൽ ക്രോസിംഗ് ഓവർ നടക്കുന്നത് പാക്കറ്റീൻ സ്റ്റേജിലാണ്. 35th ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ 4. മാച്ച് ദ ഫോളോയിങ്. നൗ ഇതിലും ഒരുപാട് മിയോസിന്റെ എസ്പെഷ്യലി പ്രോഫേസ് 1 എപ്പോഴും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. ഇന്റർഫേസ് കഴിഞ്ഞാൽ പിന്നെ എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് മിയോസിസ് 1 പ്രോഫേസ് 1 ആണ്. അപ്പൊ ഖയാസ്മേറ്റ ഫോർമേഷൻ ഹാപ്പൻസ് ഡ്യൂറിങ് പാക്കറ്റീൻ, ഡയാകൈനേസിസ്, ഡിപ്ലോട്ടീൻ, സൈഗോട്ടീൻ. ഡിസൊല്യൂഷൻ ഓഫ് സിനാപ്റ്റോണിമൽ കോംപ്ലക്സും ഖയാസ്മേറ്റ ഫോർമേഷനും, അതായത് ക്രോസ് ഓവർ നടന്ന അവിടെ മാത്രം ഇവര് കംപ്ലീറ്റ്ലി സെപ്പറേറ്റ് ആകും. എന്നിട്ട് ക്രോസ് ഓവർ നടന്ന അവിടെ മാത്രം അസോസിയേറ്റ് ആയിട്ട് നിൽക്കും. അതൊരു എക്സ് ഷേപ്പ് സ്ട്രക്ചർ ഫോം ചെയ്യും. അതിനാണ് നമ്മൾ ഖയാസ്മേറ്റ എന്ന് പറയുന്നത്. അത് ഫോം ചെയ്യുന്നത് ഡിപ്ലോട്ടീൻ സ്റ്റേജിലാണ് അല്ലെ. അപ്പം A3 ആണ്. A3 ആയിട്ടുള്ള 2 ഓപ്ഷൻ. ക്രോസിംഗ് ഓവർ നടക്കുന്നത് പാക്കറ്റീൻ സ്റ്റേജിലാണ്. റീകോമ്പിനേഷൻ നടക്കുന്നത് B1 ആണ്. സോ A3 B1 ആയിട്ടുള്ളത് ഓപ്ഷൻ 1. Then C, സിനാപ്റ്റോണിമൽ കോംപ്ലക്സിന്റെ ഫോർമേഷൻ നടക്കുന്നത് സൈഗോട്ടീനില് C4. ആൻഡ് ടെർമിനലൈസേഷൻ ഓഫ് ഖയാസ്മേറ്റ നടക്കുന്നത് ഡയാകൈനേസിസിലാണ് D2 ആണ്. A3 B1 C4 D2 ഓപ്ഷൻ 1 ആണ് ഈ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ്, മാച്ച് ലിസ്റ്റ് 1 with that of list 2. Chromosomes start pairing together to form synaptonimal complex. Synaptonimal complexന്റെ ഫോർമേഷൻ നടക്കുന്നത് ഏത് സ്റ്റേജിലാണ് മക്കളെ? യെസ്, സിനാപ്സിസ് നടക്കുന്നത് സൈഗോട്ടീൻ സ്റ്റേജിലാണ്. A2 ആണ്. A2 ആയിട്ടുള്ള 2 ഓപ്ഷൻ. Chromosomes visible under light microscope and compaction continues. Chromosomes visible ആയിട്ട് കാണാൻ പറ്റുന്നതും നമുക്ക് കോമ്പാക്ട് ക്രോമസോംസിനെ വിസിബിൾ ആയിട്ട് കാണുന്നതും പാക്കറ്റീൻ, ഡിപ്ലോട്ടീൻ, ലെപ്റ്റോട്ടീൻ. ക്രോമസോം വിസിബിൾ അണ്ടർ ലൈറ്റ് മൈക്രോസ്കോപ്പ് ആൻഡ് കോമ്പാക്ഷൻ കണ്ടിന്യൂസ്, അത് ലെപ്റ്റോട്ടീൻ സ്റ്റേജിലാണ്. സോ B4 ആണ്. A2 B4 ആയിട്ടുള്ളത് ഓപ്ഷൻ 4 അല്ലെ. Now 4 chromatids of bivalent chromosomes become distinct and recombinant nodules appear. റീകോമ്പിനേഷൻ നോഡ്യൂൾസ് ഒക്കെ ഫോം ചെയ്യുന്നത് എവിടെയാണ്? ബൈവാലന്റ് നന്നായിട്ട് കാണാൻ പറ്റും. റീകോമ്പിനേസ് എൻസൈം വരും. റീകോമ്പിനന്റ് നോഡ്യൂൾസ് കാണാൻ പറ്റുന്നത് പാക്കറ്റീനിലാണ്. ഡിസൊല്യൂഷൻ ഓഫ് സിനാപ്റ്റോണിമൽ കോംപ്ലക്സ് നടക്കുന്നതും ഖയാസ്മേറ്റ ഫോം ചെയ്യുന്നതും ഡിപ്ലോട്ടീനിലാണ്. നിങ്ങൾക്ക് റീകോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ? യെസ്, ലെപ്റ്റോട്ടീനിൽ നമുക്ക് വിസിബിൾ ആയിട്ട് പെയറിംഗ് ഓഫ് ക്രോമസോംസ് ഉണ്ടാകും. ക്രോമസോംസിനെ കാണാൻ പറ്റും. സൈഗോട്ടീനിൽ പെയറിംഗ് നടക്കും.
സിനാപ്സിസ് നടക്കും, സിനാപ്റ്റോണിമൽ കോംപ്ലക്സിന്റെ ഫോർമേഷൻ നടക്കും, ബൈവാലന്റ് അല്ലെങ്കിൽ ടെട്രാഡ് ഫോം ചെയ്യും. ഈ ബൈവാലന്റ് അല്ലെങ്കിൽ ടെട്രാഡിനെ ക്ലിയർ ആയിട്ട് നമുക്ക് പാക്കറ്റീനിൽ കാണാൻ പറ്റും. പിന്നെ അവിടെ റീകോമ്പിനേഷൻ നോഡ്യൂൾ ഉണ്ടാകും, റീകോമ്പിനേഷൻ നടക്കും, റീകോമ്പിനേസ് എൻസൈം വരും, ക്രോസിംഗ് ഓവർ നടക്കും. ഡിപ്ലോട്ടീനിൽ ആ സിനാപ്റ്റോണിമൽ കോംപ്ലക്സ് ഡിസൊല്യൂട്ടഡ് ആകും ആൻഡ് ഖയാസ്മേറ്റ ഫോം ചെയ്യും. ആൻഡ് ഡയാഖൈനേസിൽ ഖയാസ്മേറ്റയും സ്പ്ലിറ്റ് ആകും. അങ്ങനെ 2 റീകോമ്പിനന്റ് ക്രോമസോംസ് സെപ്പറേറ്റ് ആകും. സോ ഈ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 4 ആണ്. 37th ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ 4. 38th ക്വസ്റ്റ്യൻ. എടാ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോടാ, നമ്മള് കുറെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ ക്ലാസ്സിൽ പഠിച്ചതായിരുന്നു. യെസ്, മിയോസിസ് 1-ലെ പ്രോഫേസ് 1-ലെ ലെപ്റ്റോട്ടീൻ, സൈഗോട്ടീൻ, പാക്കറ്റീൻ, ഡിപ്ലോട്ടീൻ, ഡയാഖൈനേസിസ് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. Now, given below are 2 statements. Statement 1. Chromosomes become gradually visible under the light microscope during leptotein stage. Okay. The beginning of diplotin stage is recognized by the dissolution of synaptonymal complex. Correct ആണല്ലേ? ഡിപ്ലോട്ടീനിലാണ് ഡിസൊല്യൂഷൻ ഓഫ് സിനാപ്റ്റോണിമൽ കോംപ്ലക്സ് നടക്കുന്നത്. അതേപോലെ ക്രോമസോംസിനെ നമുക്ക് വിസിബിൾ ആയിട്ട് കാണാൻ പറ്റുന്നത് കണ്ടൻസേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ലെപ്റ്റോട്ടീനിലാണ്. സോ ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ആർ ട്രൂ. 2 സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. ഓപ്ഷൻ 4 ആണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മാച്ച് ദ ഫോളോയിങ്. ഡയാഖൈനേസിസ് എന്താണ് ഇവിടെ നടക്കുന്നത്? കംപ്ലീഷൻ ഓഫ് ടെർമിനലൈസേഷൻ ഓഫ് ഖയാസ്മേറ്റ. A2 ആണ്. A2 ആയിട്ടുള്ള ഒരേ ഒരു ഓപ്ഷൻ. പാക്കറ്റീനിൽ നടക്കുന്നത് എന്താണ്? അപ്പിയറൻസ് ഓഫ് റീകോമ്പിനേഷൻ നോഡ്യൂൾസ്. B4 ആണ്. സൈഗോട്ടീനിൽ നടക്കുന്നത് സിനാപ്റ്റോണിമൽ കോംപ്ലക്സ് ഫോർമേഷൻ. C1 ആണ്. ആൻഡ് ലെപ്റ്റോട്ടീനിൽ നടക്കുന്നതോ ക്രോമസോംസ് ലുക്ക് ലൈക്ക് തിൻ ത്രെഡ്സ് അല്ലെ, അതായത് ക്രോമാറ്റിൻസ് ആയിട്ടുള്ള D എന്ന് പറയുന്നത് 3 ആണ്. അതായത് ക്രോമാറ്റിൻ മെറ്റീരിയൽ ആയിട്ട് തിൻ ത്രെഡ്സ് ആയിട്ടുള്ള ക്രോമസോം ഈ പാക്ക് ചെയ്ത് കോയിലിംഗ് ഒക്കെ നടന്നിട്ട് അവരെന്തായിട്ട് മാറും? ക്രോമാറ്റിഡ്സ് ആയിട്ട് മാറും അല്ലെ, അപ്പിയറൻസ് മാറും. സോ A2, B4, C1 ആൻഡ് D3 ആണ് വരുന്നത്. ഓപ്ഷൻ 2 ആണ് ഈ ക്വസ്റ്റിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ്. The dissolution of synaptonymal complex occurs during. മക്കള് പറഞ്ഞേ, സിനാപ്റ്റോണിമൽ കോംപ്ലക്സ് സ്പ്ലിറ്റ് ആകുന്നത്, ഡിസൊല്യൂട്ടഡ് ആകുന്നത് എവിടെയാണ്? പാക്കറ്റീനിൽ അല്ല, ഡിപ്ലോട്ടീനിലാണ് അല്ലെ. ഡയാഖൈനേസിസിലല്ല, ലെപ്റ്റോട്ടീനിലല്ല, ഡിപ്ലോട്ടീനിലാണ്. 40th ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ 2. നെക്സ്റ്റ്. സെലക്ട് ദ കറക്റ്റ് സീക്വൻസ് ഓഫ് substages of Prophase I of Meiotic division. ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ? യെസ്. ടയേർഡ് ആവുന്നുണ്ടോ? കുറേ ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? സിമ്പിൾ ക്വസ്റ്റ്യൻസ് അല്ലേ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് അല്ലേ, പ്രശ്നമൊന്നുമില്ലല്ലോ. യെസ്, എല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് അല്ലേ? ആൻസർ ചെയ്യാൻ പറ്റുന്നില്ലേ നിങ്ങൾക്ക്? ഇല്ലടാ. എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? എന്തെങ്കിലും പ്രശ്നം? ഇനി ബുദ്ധിമുട്ട്? നോ ബുദ്ധിമുട്ട്. എവറിഥിങ് ഈസ് ഓക്കെ, എവറിഥിങ് ഈസ് പെർഫെക്റ്റ്. യെസ്, ആൽഫ പറയുന്നു കോൺഫിഡൻസ് ഒക്കെ ബൂസ്റ്റ് ആവുന്നുണ്ടെന്ന്. അതാണ് നമുക്ക് വേണ്ടത്. കോൺഫിഡൻസ് ഒക്കെ ബൂസ്റ്റ് ആവുന്നുണ്ടെന്നൊക്കെ ആൽഫ പറയുന്നു. ഓക്കെ, എക്സലന്റ്. ഒരു പ്രശ്നവുമില്ല അല്ലെ? നോ പ്രോബ്ലം. എക്സലന്റ്. Select the correct sequence of substages of Prophase I of Meiotic division. Prophase Iന്റെ substagesന്റെ കറക്റ്റ് സീക്വൻസ് ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഏതാണ് കറക്റ്റ് സീക്വൻസ്? ഫസ്റ്റ് വരുന്നത് ലെപ്റ്റോട്ടീൻ, അപ്പോ D. പിന്നെ വരുന്നത് സൈഗോട്ടീൻ, A. നമ്മുടെ കോഡായിരുന്നു ലേസി പഠിപ്പി ഡയാന അല്ലെ, ഓർക്കുന്നില്ലേ? അപ്പൊ DA വരുന്നു. പിന്നെ വരുന്നത് പാക്കറ്റീൻ, B വരുന്നു. And then comes diplotin, that is E വരുന്നു. And then comes C, that is diakinase. DABEC, that is option 3 ആണ് നമ്മളുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, കറക്റ്റ് സീക്വൻസ് ഓഫ് സ്റ്റേജസ്. Now, the process of appearance of recombination nodules occur at which substage of Prophase I in meiosis? Diakinesis, zygotine, packetine, diplotin. Recombination nodules ഏത് സ്റ്റേജിലാണ് ഫോം ചെയ്യുന്നത്? അതായത് ക്രോസിംഗ് ഓവർ നടക്കുന്നതും റീകോമ്പിനേഷൻ നോഡ്യൂൾ ഫോം ചെയ്യുന്നതും എക്സ്ചേഞ്ച് ഓഫ് ജനറ്റിക് മെറ്റീരിയൽ നടക്കുന്നതൊക്കെ വിച്ച് സ്റ്റേജ്? പാക്കറ്റീൻ സ്റ്റേജ് അല്ലെ. ഡയാകൈനേസിസ് അല്ല, സൈഗോട്ടീൻ അല്ല, ഡിപ്ലോട്ടീൻ അല്ല, ഈസ് ഡ്യൂറിംഗ് ദ പാക്കറ്റീൻ സ്റ്റേജ്. ഓപ്ഷൻ 3 ആണ് ഈ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്. Which of the following stages of meiosis involves division of centromere? Telophase, metaphase 1, metaphase 2, anaphase 2. ഇതില്
സെൻട്രോമിയറിന്റെ ഡിവിഷൻ നടക്കുന്നത് ഏത് സ്റ്റേജിലാണ്? സെൻട്രോമിയർ ഡിവിഷൻ നടക്കുന്നത് ആനഫേസ് 2-ലാണ്. കാരണം മെറ്റഫേസ് 1-ലും മെറ്റഫേസ് 2-ലും ഒക്കെ ഇവർ ഇക്വറ്ററിൽ അലൈൻ ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ. ടീലോഫേസിലോ 2 ന്യൂക്ലിയർ മെംബ്രെയിൻ റീഫോം ചെയ്യുന്നു അല്ലെ, ന്യൂക്ലിയോലസ് ഇതൊക്കെ വീണ്ടും റീ ഓർഗനൈസ് ചെയ്യാണ് ചെയ്യുന്നത്. പക്ഷെ ആനഫേസ് 2-ലാണ് ഇവിടെ സെൻട്രോമിയറിൽ സ്പ്ലിറ്റ് ചെയ്ത് ഇവർ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകുന്നത്. ഓപ്ഷൻ 4 ആണ് വരിക അല്ലെ. നെക്സ്റ്റ്, which stage of meiosis can last for months or years in the oocytes of some vertebrates? ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇൻ ദ oocytes of some vertebrates നമ്മളുടെ മിയോസിസിലെ പ്രോഫേസ് 1-ലെ ഒരു സ്റ്റേജ് ലോക്ക് ആവും, കുറെ നേരം അവർ അതിൽ എക്സിസ്റ്റ് ചെയ്യും. അത് ഏത് സ്റ്റേജ് ആണ്? നമ്മുടെ ഖയാസ്മേറ്റ ഉള്ള സ്റ്റേജ് അല്ലെ. ലെപ്റ്റോട്ടീൻ അല്ല, പാക്കറ്റീൻ അല്ല, ഡിപ്ലോട്ടീൻ സ്റ്റേജിലാണ് അവര് കുറെ നാള് എക്സിസ്റ്റ് ചെയ്യുക. അതിനുശേഷമാണ് ആ ഖയാസ്മേറ്റ സ്പ്ലിറ്റ് ആയിട്ട് അവർ ഡയാഖൈനേസിസിലേക്ക് പോവുക. സോ ഇൻ ഡിപ്ലോട്ടീൻ സ്റ്റേജിലാണ് അല്ലെ. അതായത് ടെർമിനലൈസേഷൻ ഓഫ് ഖയാസ്മേറ്റ ഫോർമേഷൻ, അതായത് ദേ സ്പ്ലിറ്റ് ഹോമോലോഗസ് ക്രോമസോംസ് സെപ്പറേറ്റ് ചെയ്യും. പക്ഷെ ഓൺലി അറ്റ് ദ പോയിന്റ് വെയർ ദ ക്രോസിംഗ് ഓവർ ഹാപ്പൻഡ് അവിടെ മാത്രം അവർ അറ്റാച്ച് ചെയ്തിരിക്കും. അതൊരു എച്ച് ഷേപ്പ് സ്ട്രക്ചർ ഫോം ചെയ്യും. അതിനാണ് നമ്മൾ ഖയാസ്മേറ്റ എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ 3 ആണ് ഈ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, in meiosis, crossing over and exchange of genetic material between homologous chromosomes are catalyzed by the enzyme. ഏത് എൻസൈം ആണ് കാറ്റലൈസ് ചെയ്യുന്നത്? ഫോസ്ഫോറിലേസ് അല്ല, ട്രാൻസ്ഫറേസ് അല്ല, പോളിമറേസ് അല്ല, recombinase enzyme. Very simple, very direct question, isn't it, children? Next, identify the correct sequence of events during prophase 1 of meiosis. Correct sequence ആണ് നമ്മളോട് ചോദിക്കുന്നത്. Synapses of homologous chromosomes. Chromosomes become gradually visible under a microscope. Crossing over between non-sister chromatids of homologous chromosomes. Terminalization of chiasmata. Dissolution of synaptonymal complex. ആദ്യം തന്നെ chromosomes gradually visible ആകും under the light microscope. അതിനുശേഷം പെയറിങ് നടക്കും, സിനാപ്സിസ് നടക്കും. അപ്പം എ ആണ് വരിക, BA ആണ് വരിക. BA ആയിട്ടുള്ളത് ഓപ്ഷൻ 3. പിന്നെ വരുന്നത് എന്താണ്? ക്രോസിംഗ് ഓവർ നടക്കും അല്ലെ. സോ സി ആണ് നടക്കുക. ദെൻ സിനാപ്റ്റോണിമൽ കോംപ്ലക്സ് ഡിസൊല്യൂട്ട് ചെയ്യും, ദാറ്റ് ഈസ് ഇ നടക്കും. ആൻഡ് ദെൻ കംസ് ടെർമിനലൈസേഷൻ ഓഫ് ഖയാസ്മേറ്റയും സ്പ്ലിറ്റ് ആകും. സോ ഡി നടക്കും. BACED ഓപ്ഷൻ 3 ആണ് നമ്മളുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ്, ബൈവാലന്റ് ഓർ ടെട്രാഡ് ഫോർമേഷൻ ഇസ് എ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഒബ്സർവ് ഡ്യൂറിംഗ്. ബൈവാലന്റ് അല്ലെങ്കിൽ ടെട്രാഡ് നമുക്ക് എവിടെ കാണാൻ പറ്റുക? നമുക്കറിയാം, അഗെയിൻ പ്രോഫേസ് 1-ല് പെയറിംഗ് നടന്നു കഴിയുമ്പോൾ ഇവർ തമ്മിൽ ഒരു കോംപ്ലക്സ് ഫോം ചെയ്യും. അതിനെയാണ് സിനാപ്റ്റോണിമൽ കോംപ്ലക്സ് എന്ന് പറയുന്നത്. സിനാപ്റ്റോണിമൽ കോംപ്ലക്സ് ഇൻ ദ സൈഗോട്ടീൻ സ്റ്റേജ്. ഖയാസ്മേറ്റ അല്ല, സിനാപ്റ്റോണിമൽ കോംപ്ലക്സ് പാക്കറ്റീനിലല്ല, ഖയാസ്മേറ്റ സൈഗോട്ടീനിലല്ല. ഡ്യൂറിംഗ് സിനാപ്റ്റോണിമൽ കോംപ്ലക്സ് ഇൻ ദ സൈഗോട്ടീൻ സ്റ്റേജ് ആണ്. ഓപ്ഷൻ 1 ആണ് ഈ ക്വസ്റ്റിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ്, ഇൻ പ്രോഫേസ് 1 ഓഫ് മിയോസിസ്, chromosomes start pairing together and synapses takes place. This process occurs during which of the following stage? അതായത് ക്രോമസോംസ് പെയർ ചെയ്യുന്നതും സിനാപ്സിസ് നടക്കുന്നതും ഇപ്പൊ നമ്മൾ ചെയ്തതേ ഉള്ളൂ. ഇറ്റ് ഹാപ്പൻസ് ഡ്യൂറിംഗ് ദ സൈഗോട്ടീൻ. ആൻസർ ചെയ്യാൻ പറ്റുന്നില്ലേ മക്കൾക്ക്? ഓപ്ഷൻ 4 ആണ് വരിക. നെക്സ്റ്റ്, ഗിവൺ ബിലോ ആർ 2 സ്റ്റേറ്റ്മെന്റ്സ്, സെർച്ച് ആൻഡ് റീസൺ. The beginning of diplotin is recognized by the dissolution of the synaptonymal complex and formation of X-shaped structures called chiasmata. Correct ആണ്. Because in oocytes of some vertebrates, diplotin can last for months or years. രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ഒന്ന് വരുന്നതിന്റെ എക്സ്പ്ലനേഷൻ അല്ലെ മക്കളെ. Both assertion and reason are true, but reason is not the correct explanation of the assertion. Option 4 ആണ് വരുന്നത്. Assertion and reason are true, but reason is not the correct explanation of the assertion. Option 4 ആണ് വരിക. Next, in oocytes of some vertebrates get arrested for years or months in which stage? ഖയാസ്മേറ്റ ഉള്ള സ്റ്റേജ്, ദാറ്റ് ഈസ് ഡിപ്ലോട്ടീൻ സ്റ്റേജിലാണ് ഇവര് കുറെ കാലം എക്സിസ്റ്റ് ചെയ്യുന്നത്. Isn't it? Let's go to the next question. Select the correct sequence of events during prophase 1 of meiosis 1. നമ്മുടെ ആപ്പിലുള്ള സ്റ്റുഡൻസിന്റെ അവസ്ഥയും കൂടി നമുക്ക് നോക്കാം. ആൻസർ ചെയ്യുന്നുണ്ടോ? എന്താണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? യെസ്, ആൻസർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, പീപ്പിൾ ആർ ട്രൈങ് ടു ആൻസർ. വെരി ഗുഡ്. ഓക്കെ, ഇപ്പൊ ആപ്പിലും മക്കൾ ആക്റ്റീവായിട്ട് ആൻസർ ചെയ്യുന്നുണ്ട്. ഐ എം വെരി ഹാപ്പി. ഓക്കെ, അപ്പൊ ഇത് പറഞ്ഞേ, ഇതിൽ കറക്റ്റ് സീക്വൻസ് ഓഫ് ഇവന്റ്സ് ഓക്കെ ഡ്യൂറിങ്. ഇസബെല്ല അല്ല, ആരാണ് ആൻസർ ചെയ്യുന്നത് ആപ്പില്? ഓക്കെ, ഇസബെല്ല തന്നെ ആൻസർ ചെയ്യുന്നുണ്ട്. ഡോക്ടർ അഞ്ജലി, അങ്ങനെ 1-2 കുട്ടികൾ, നിഹാരിത, വെരി ഗുഡ്, ആൻസർ ചെയ്യുന്നുണ്ട്. എക്സലന്റ്. അപ്പൊ നല്ലപോലെ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് തന്നെ നല്ലൊരു റിവിഷൻ ആണ് ഇത്. 3 വർഷത്തെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ PYQs ഒറ്റ സ്ട്രെച്ചിൽ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ,
Select the correct sequence of events occurs during Prophase I of Meiosis I. പറഞ്ഞേ, ഫസ്റ്റ് ന്യൂക്ലിയർ എൻവലപ്പ് ബ്രേക്ക് ഡൗൺ ചെയ്യാണോ ചെയ്യാം? Synaptonymal complex formation, compaction of chromosomes, terminalization of chiasmata, crossing over. ആദ്യം നടക്കുന്നത് കോമ്പാക്ഷൻ ഓഫ് ക്രോമസോംസ് ആണ്. സി ആണ് ആദ്യം നടക്കുക അല്ലെ? കോമ്പാക്ഷൻ ഓഫ് ക്രോമസോംസ്. പിന്നെ എന്താ നടക്കുന്നത്? സിനാപ്റ്റോണിമൽ കോംപ്ലക്സിന്റെ ഫോർമേഷൻ ആണ്. സോ ബി ആണ് നടക്കുന്നത്. അതിനുശേഷം we have crossing over, so E നടക്കും. And then terminalization of chiasmata നടക്കും, that is E നടക്കും. And then finally Prophase I ന്റെ എൻഡിൽ, അതായത് കംപ്ലീറ്റ്ലി അത് കഴിയുമ്പോഴാണ് ന്യൂക്ലിയർ എൻവലപ്പ് ഒക്കെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് എ നടക്കും. സോ സി ബി ഇ ഡി എ. നിങ്ങൾ പറയുന്നത് ഏതാണ്? ഓപ്ഷൻ 4 ആ. ഇങ്ങനെ 4 വരിക. ന്യൂക്ലിയർ എൻവലപ്പ് കംപ്ലീറ്റ്ലി ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത് എപ്പോഴാ? അത് പ്രോഫേസ് എൻഡ് ആവുമ്പോഴല്ലേ? യെസ്, ആൻസർ ചെയ്തേ മക്കള്, ശ്രദ്ധിച്ച് ആൻസർ ചെയ്തേ. പ്രോഫേസ് കഴിയുമ്പോഴല്ലേ ന്യൂക്ലിയർ എൻവലപ്പ് കംപ്ലീറ്റ്ലി ബ്രേക്ക് ഡൗൺ ആവുന്നത്. അതുവരെ ലെപ്റ്റോട്ടീൻ മുതൽ കണ്ടൻസേഷൻ നടക്കുന്നു, പാക്കേജിങ്. ന്യൂക്ലിയർ എൻവലപ്പ് ബിഗിൻസ് ടു ബ്രേക്ക് ഡൗൺ അറ്റ് ദ ബിഗിനിങ് അല്ലെ? പക്ഷെ ഇത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ, പ്രോഫേസ് 1 കംപ്ലീറ്റ് ചെയ്യുമ്പോഴല്ലേ ന്യൂക്ലിയർ എൻവലപ്പ് കംപ്ലീറ്റ്ലി ഇല്ലാണ്ടാകുന്നത്. സോ ന്യൂക്ലിയർ എൻവലപ്പ് ബ്രേക്ക് ഡൗൺ ഒക്കെ നടക്കുന്നതിന്റെ ലാസ്റ്റ് ആയിരിക്കില്ലേ മക്കളെ? യെസ്. അപ്പൊ സി ബി ഇ ഡി എ അല്ലേ വരിക? ഓപ്ഷൻ 1 ആണ് നമ്മളുടെ കറക്റ്റ് ആൻസർ വരിക. കറക്റ്റ്. നെക്സ്റ്റ്, the appearance of recombination nodules on homologous chromosomes during meiosis characterizes. Appearance of recombination nodules on homologous chromosomes. Recombination nodules വരുന്നത് terminalization, synaptonymal complex, bivalent sites at which crossing over occurs. അതായത് രണ്ട് ഹോമോലോഗസ് ക്രോമസോംസിന്റെ ഇടയ്ക്ക് ഈ റീകോമ്പിനേഷൻ നോഡ്യൂൾ ഫോർമേഷൻ നടക്കുന്നത്. ഇത് വരുന്നത് എന്തിനാണ്? ക്രോസിംഗ് ഓവർ നടക്കുന്ന സ്ഥലമാണിത് അല്ലെ? The sites at which crossing over takes place. So option 4 ആണ് correct answer. Regarding meiosis, which of the following statement is incorrect? Meiosisനെ കുറിച്ച് തെറ്റായിട്ടുള്ളത് എന്താണ്? 4 haploid cells are formed at the end of Meiosis II, which is correct. There are 2 stages in meiosis, Meiosis I and Meiosis II. Correct. DNA replication occurs at S phase of Meiosis II. S phase Meiosisലെ phase ആണോ? അത് ഇന്റർഫേസിലെ phase അല്ലേ? യെസ്. എസ് ഫേസ് എന്ന് പറയുന്നത് സെല്ലിന്റെ ഗ്രോത്ത് ഫേസിലുള്ള ഫേസ് ആണ് അല്ലെ? ഡി എൻ എ റെപ്ലിക്കേഷൻ അവിടെയാണ് നടക്കുന്നത്, പക്ഷെ അത് മിയോസിസിലെ സ്റ്റേജ് അല്ല. ഇത് തെറ്റാണ്. പെയറിംഗ് ഓഫ് ഹോമോലോഗസ് ക്രോമസോംസ് ആൻഡ് റീകോമ്പിനേഷൻ ഓക്കേഴ്സ് ഇൻ മിയോസിസ് 1. അതൊക്കെ കറക്റ്റ് തന്നെ അല്ലെ? സോ 53rd ക്വസ്റ്റ്യന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ 3 ആണ് വരുന്നത്. അതായത് എസ് ഫേസ് എന്ന് പറയുന്നത് ഇന്റർഫേസിന്റെ ഭാഗമാണ്, മിയോസിസിന്റെ ഭാഗമല്ല, മിയോസിസ് 2ന്റെ ഭാഗമല്ല. സോ ഓപ്ഷൻ 3 ആണ് നമ്മളുടെ കറക്റ്റ് ആൻസർ വരിക. Next question. Which of the following stages of meiosis involves division of centromere? Yes, future doctors ഒക്കെ കൂടെ തന്നെ ഇല്ല, ഇടയ്ക്ക് വെള്ളമൊക്കെ കുടിക്കട്ടോ. ഡ്രിങ്ക് വാട്ടർ. നന്നായിട്ട് വെള്ളം കുടിക്കാം ഫ്യൂച്ചർ ഡോക്ടേഴ്സ് എല്ലാവരും. ഓക്കെ. Great. Okay. കേൾക്കുന്നുണ്ട്, കുടിക്കുന്നുണ്ട്, വെള്ളമൊക്കെ നിങ്ങൾ കുടിക്കുന്നുണ്ട്. ഗ്രേറ്റ്. ഓക്കെ. So which of the following stages of meiosis involves division of centromere? Centromere division ഉള്ളത് എവിടെയാണ്? Anaphase 2, telophase 2, metaphase 1, metaphase 2. സെൻട്രോമിയറിൽ നിന്ന് അവർ സ്പ്ലിറ്റ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് ഹോമോലോഗസ് പെയർ ഓഫ് ക്രോമസോംസ് സ്പ്ലിറ്റ് ചെയ്യുന്നത് ആനഫേസ് 1ലും ആനഫേസ് 2ലും അതേപോലെ മൈറ്റോസിസിലെ ആനഫേസിലും അവർ സെൻട്രോമിയറിൽ നിന്നാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. സോ ആനഫേസ് 2 ആണ് സ്പ്ലിറ്റിംഗ് നടക്കുന്നത്, ഡിവിഷൻ ഓഫ് സെൻട്രോമിയർ നടക്കുന്നത്. 54th ക്വസ്റ്റ്യന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ 1 ആണ്. നെക്സ്റ്റ്, which stage of meiotic prophase shows terminalization of chiasmata as its distinctive feature? Terminalization of chiasmata നടക്കുന്നത് ഡയാകൈനേസിസ്, പാക്കിറ്റീൻ, ലെപ്റ്റോട്ടീൻ, സൈഗോട്ടീൻ. ഏത് സ്റ്റേജിലാണ് terminalization of chiasmata? വെരി സിമ്പിൾ. മിയോസിസ് 1ലെ പ്രോഫേസ് 1ലെ ഡയാകൈനേസിസിലാണ്, ലാസ്റ്റ് സ്റ്റേജ് ഓഫ് പ്രോഫേസ് 1 അല്ലെ? ദാറ്റ് ഈസ് ഡയാകൈനേസിസിലാണ് terminalization of chiasmata നടക്കുന്നത്. During meiosis 1, in which stage synapsis takes place? സിനാപ്സിസ് എന്ന് പറയുന്നത് എന്താണ് മക്കളെ? ഹോമോലോഗസ് ക്രോമസോംസ് പെയർ ചെയ്യും, സിനാപ്റ്റോണിമൽ കോംപ്ലക്സ് ഫോം ചെയ്യും. ഇതിനെയാണ് നമ്മൾ സിനാപ്സിസ് എന്ന് പറയുന്നത്. അത് നടക്കുന്നത് സൈഗോട്ടീൻ സ്റ്റേജിലാണ്. 56 ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ 2 ആണ്. Isn't it children? Okay. Next,
Dissolution of the synaptonymal complex occurs during zygotine, diplotine, leptotine, pachytine. Synaptonymal complex dissolute ചെയ്യുന്നത് diplotine, dip dissolution അല്ലേ? ഓപ്ഷൻ 2 ആണ്. ഇതൊക്കെ സിമ്പിൾ ആണ്. മാച്ച് ദ ഫോളോയിങ് വിത്ത് റെസ്പെക്ട് ടു മിയോസിസ്. സൈഗോട്ടീൻ സ്റ്റേജിൽ നടക്കുന്നത് സിനാപ്സിസ് ആണ്, അപ്പം A4 ആണ്. പാക്കറ്റീൻ സ്റ്റേജിൽ നടക്കുന്നത് ക്രോസിംഗ് ഓവർ ആണ്, B3 ആണ്. A4 B3 ആയിട്ടുള്ള ഒരു ഓപ്ഷനെ നമുക്കുള്ളൂ, ഓപ്ഷൻ 1. ദെൻ C2 എന്ന് പറയുന്നു ഡിപ്ലോട്ടീനിൽ നടക്കുന്നത് ഖയാസ്മെറ്റയുടെ ഫോർമേഷൻ ആൻഡ് ഡയാകൈനേസിൽ നടക്കുന്നത് ടെർമിനലൈസേഷൻ ഓഫ് ഖയാസ്മെറ്റ D1. A4 B3 C2 D1 ഓപ്ഷൻ 1 ആണ് നമ്മളുടെ കറക്റ്റ് ആൻസർ. After Meiosis I, the resultant daughter cells have. Meiosis I കഴിഞ്ഞിട്ട് resultant daughter cellsന് എന്താണ് ഉള്ളത്? Meiosis I കഴിഞ്ഞ് resultant daughter cellsന് എന്താണുള്ളത്? നല്ല ക്വസ്റ്റ്യൻ. സെയിം amount of DNA as in parent cell in S. നമുക്കത് എഴുതി നോക്കാം അല്ലെ? Twice amount of DNA as in comparison to haploid cell. Same amount of DNA as in comparison to haploid gamete. 4 times the amount of DNA as in comparison to haploid gamete. അപ്പോ മിയോസിസ് 1 എന്ന് പറയുന്നത് മക്കളെല്ലാരും ശ്രദ്ധിക്കുക, ഇത് മിയോസിസ് 1 അല്ലെ? മിയോസിസ് 1 ഒരു സെല്ലിനെ 2 സ്റ്റേജസിലൂടെയാണ് അത് കടന്നു പോകുന്നത്. ദാറ്റ് ഈസ് കാരിയോകൈനേസിസ് ആൻഡ് സൈറ്റോകൈനേസിസ്. അപ്പൊ മിയോസിസ് 1 അതായത് കാരിയോകൈനേസിസ് 1, സൈറ്റോകൈനേസിസ് 1. കാരിയോകൈനേസിസ് 1 ആണ് പ്രോഫേസ് 1, മെറ്റഫേസ് 1, ആനഫേസ് 1, ടീലോഫേസ് 1. ഇവിടെ നമ്മളുടെ DNA കണ്ടന്റ് നോക്കുകയാണെങ്കിൽ ഡിവിഷൻ കഴിഞ്ഞു വരുന്ന ഒരു സെല്ല്, മിയോസിസ് 1 കയറി വരുന്ന ഒരു സെല്ലിന്റെ amount of DNA എന്ന് പറയുന്നത് 4C ആണ് പ്രോഫേസിൽ. മെറ്റഫേസിലും 4C, ആനഫേസിലും 4C, ടീലോഫേസിലും 4C, സൈറ്റോകൈനേസിസിൽ അത് 2C ആയിട്ട് മാറും. ഓക്കെ, ഇനി ഗാമേറ്റ് ഫോം ചെയ്യുന്നത് മിയോസിസ് 2 കൂടി കഴിഞ്ഞിട്ടാണ്. അപ്പം മിയോസിസ് 2 കയറുന്ന ഒരു സെല്ലിന്റെ DNA കണ്ടന്റ് എന്ന് പറയുന്നത് 2C ആണ്. മിയോസിസ് 2 കയറുന്ന ഒരു സെല്ല്, അവിടെയും എന്തുണ്ട്? കാരിയോകൈനേസിസ് 2 ഉണ്ട്, അതായത് പ്രോഫേസ് 2, മെറ്റഫേസ് 2, ആനഫേസ് 2, ടീലോഫേസ് 2 ആൻഡ് സൈറ്റോകൈനേസിസ് 2 ഉണ്ട്. കറക്റ്റ്, യെസ്. അപ്പം കാരിയോകൈനേസിസ് 2 ഇവിടെ 2C. സൈറ്റോകൈനേസിസ് എത്തുമ്പോഴേക്കും അവര് 1C ആയിട്ട് സ്പ്ലിറ്റ് ആവും. അപ്പോ ഗാമേറ്റ് എന്ന് പറയുന്നത് മിയോസിസ് വഴി, മിയോസിസ് 1, മിയോസിസ് 2 കഴിഞ്ഞ് ഫോം ചെയ്യുന്ന ഒരു സെല്ലല്ലേ, അവിടുത്തെ DNA കണ്ടന്റ് എന്ന് പറയുന്നത് എന്താണ്? 1C ആണ്. ഗാമേറ്റിന്റെ DNA കണ്ടന്റ് എന്ന് പറയുന്നത് 1C ആണ്, വിച്ച് ഈസ് ദെയർ ഹാപ്ലോയിഡ് കണ്ടീഷൻ. യെസ്. അപ്പം സിമിലർ തിങ് ഹിയർ ഓൾസോ. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? സെയിം amount of DNA ആസ് ഇൻ പാരന്റ് സെൽ ഇൻ എസിൽ 4C ആണ് അല്ലെ? അപ്പം റിസൾട്ടന്റ് മിയോസിസ് 1 കഴിയുന്ന ഇവിടെ അതിന്റെ ഹാഫ് അല്ലേ ഉണ്ടാവുള്ളൂ, അപ്പൊ അത് തെറ്റാണ്. Twice the amount of DNA in comparison to the haploid cell. Twice the amount of DNA ആണോ? മിയോസിസ് 1 2C ആണ് ആൻഡ് ഗാമേറ്റിൽ 1C ആണ്. സെയിം amount of DNA as in comparison to ഇത് ആരും ആൻസർ ചെയ്തില്ലേ? ആൽഫ മാത്രമേ ആൻസർ ചെയ്തിട്ടുള്ളൂ. സെയിം amount of DNA as in comparison to haploid gamete. മക്കളെ, ഗാമേറ്റിന്റെ DNA കണ്ടന്റ് എന്ന് പറയുന്നത് 1C ആണ്. മിയോസിസ് 1 കഴിയുന്ന ഒരു ഡോട്ടർ സെല്ലിന്റെ DNA കണ്ടന്റ് 2C ആണ്, അപ്പൊ അതും തെറ്റാണ്. 4 times the amount of DNA in comparison to haploid gamete. മിയോസിസ് 1 കഴിഞ്ഞ് വരുന്ന ഒരു റിസൾട്ടന്റ് ഡോട്ടർ സെൽസിൽ DNA കണ്ടന്റ് 2C ആണ്. ദാറ്റ് ഈസ് നോട്ട് 4 times, ദാറ്റ് ഈസ് 2 times in comparison to the gamete. അപ്പൊ ഇതും തെറ്റാണ്. അപ്പൊ നമ്മുടെ കറക്റ്റ് ആൻസർ എന്തായിരിക്കും? Twice the amount of DNA in comparison to the haploid cell. ഓക്കെ, ആൽഫ ആൻസർ ചെയ്ത് തെറ്റിച്ചു അല്ലെ? ഓക്കെ, നോ പ്രോബ്ലം. പിന്നെ ശരിയായില്ലേ? അപ്പൊ ട്വൈസ് ദി എമൗണ്ട് ആണ്, കാരണം ഗാമേറ്റിന്റെ DNA കണ്ടന്റ് 1C ആണ്. കാരണം ഗാമേറ്റ് ഫോം ചെയ്യുന്നത് മിയോസിസ് 2 കൂടി കഴിഞ്ഞിട്ടാണ്, അപ്പൊ 1C ആണ്. പക്ഷെ മിയോസിസ് 1 കഴിഞ്ഞ ഡയാഡ്, അതായത് 2 ഡോട്ടർ സെൽസിൽ 2C ആയിരിക്കും. സോ ട്വൈസ് ദി എമൗണ്ട് ആയിരിക്കും മിയോസിസ് 1 കഴിഞ്ഞ് വരുന്ന ഡോട്ടർ സെൽസിൽ ഉള്ളത്. ഇത് ക്ലിയർ ആയോ? യെസ്, മിയോസിസ് 1 കഴിഞ്ഞ് വരുന്ന ഡോട്ടർ സെൽസിൽ ട്വൈസ് ദി എമൗണ്ട് ഓഫ് DNA ആസ് കമ്പയർഡ് ടു ദ ഹാപ്ലോയിഡ് ഗാമറ്റ്. ബിക്കോസ് ഗാമറ്റിൽ DNA കണ്ടന്റ് 1C ആയിരിക്കും, കാരണം അത് മിയോസിസ് 1 മിയോസിസ് 2 കഴിഞ്ഞ് ഫോം ചെയ്യുന്ന സെല്ലാണ്. Is it clear to all of you? Big question answer option 2. Next, crossing over takes place between which chromatids and in which stage of the cell cycle?
Crossing over takes place between non-sister chromatids of non-homologous chromosomes അല്ല, non-sister chromatids of homologous chromosome in packaging stage of prophase I എന്ന് പറയുന്നത് correct ആണ്. Non-sister chromatids of homologous chromosomes in zygote stage അല്ല, non-sister chromatids of non-homologous chromosomes അല്ല, അല്ലെ? Non-sister chromatids ആണ്. അപ്പം മാം, അപ്പം ആഫ്റ്റർ മിയോസിസ് 2 ടെട്രാഡ് എന്ന് എന്തുകൊണ്ടാണ് വിളിക്കുന്നത്? 4 സെല്ല് കിട്ടൂലേ? ഇവിടെ നമുക്ക് 4 സെല്ലില്ലേടാ മിയോസിസ് 2ലേക്ക് കയറുന്നത്. ദേ ഇവിടെയും 2C 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 ഇവിടെയും ഉണ്ട്. അങ്ങനെ ഇവിടെ 1C 1C ആയിട്ട് വി ഗെറ്റ് ടോട്ടൽ 4 സെൽസ്, റൈറ്റ്? 4 സെൽസ് അറ്റ് ദി എൻഡ് ഓഫ് മിയോസിസ് 2. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ടെട്രാഡ് എന്ന് വിളിക്കുന്നത്. ടെട്രാഡ് കണ്ടീഷൻ. മിയോസിസ് 1 കഴിയുമ്പോൾ 2 പേരേ ഉള്ളൂ, ഡയാഡ്. അവരാണ് നേരെ മിയോസിസ് 2ലേക്ക് കയറുന്നത്. അവർ വീണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 4 പേരെ കിട്ടൂലേ? 1 2 ആവൂലേ? അപ്പൊ നമുക്ക് 4 പേരെ കിട്ടും. സോ അതാണ് ടെട്രാഡ് കണ്ടീഷൻ. ഓക്കെ, P-question answer option 2. Next, the stage during which separation of the paired homologous chromosome begins is. Paired homologous chromosome separation നടക്കുന്നത് എവിടെ നിന്നാണ്? പാക്കറ്റീനിൽ ക്രോസിംഗ് ഓവർ നടന്നു. ഡിപ്ലോട്ടീനിൽ dissolution of synaptonymal complex and separation begins. അല്ലേ? ആൻഡ് ആ ഇത് ക്രോസിംഗ് ഓവർ നടന്ന സ്ഥലത്ത് മാത്രം അവര് അറ്റാച്ച് ചെയ്ത് നിൽക്കും. ഡയാകൈനേസിസിൽ ടെർമിനലൈസേഷൻ ഓഫ് ഖയാസ്മേറ്റ ആൻഡ് കംപ്ലീറ്റ്ലി ദേ സെപ്പറേറ്റ്. സൈഗോട്ടീൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സ്റ്റേജ് ഡ്യൂറിംഗ് വിത്ത് സെപ്പറേഷൻ ഓഫ് പെയർഡ് ഹോമോലോഗസ് ക്രോമസോം ബിഗിൻസ് ഈസ്. ബിഗിൻ ചെയ്യുന്നത്, സെപ്പറേഷൻ ബിഗിൻ ചെയ്യുന്നത് എവിടെയാണ്? ഡിപ്ലോട്ടീനിലാണ്. കംപ്ലീറ്റ്ലി സെപ്പറേറ്റഡ് ആകുന്നത് ഡയാകൈനേസിസിലാണ്. ഓപ്ഷൻ 2 ആണ് വരിക. നെക്സ്റ്റ്, മാച്ച് ദ സ്റ്റേജസ് ഓഫ് മിയോസിസ്. ഇത് ഈസിയാണ്, നമുക്ക് മാച്ച് ചെയ്യാം അല്ലെ? പാക്കറ്റീൻ ക്രോസിംഗ് ഓവർ ടേക്സ് പ്ലേസ്. A3 ആണ്. A3 ആയിട്ടുള്ള ഒരേ ഒരു ഓപ്ഷൻ, ദാറ്റ് ഈസ് ഓപ്ഷൻ 1. B4 ആണെന്ന് പറയുന്നു. ബി എന്താണ് മക്കളെ? മെറ്റഫേസ് 1, ക്രോമസോംസ് അലൈൻ അറ്റ് ദ ഇക്വറ്റോറിയൽ പ്ലേറ്റ്. C2 ഡയാകൈനേസിസിൽ ടെർമിനലൈസേഷൻ ഓഫ് ഖയാസ്മേറ്റ. ആൻഡ് D1 സൈഗോട്ടീനിൽ പെയറിംഗ് ഓഫ് ഹോമോലോഗസ് ക്രോമസോംസ്. A3, B4, C2 ആൻഡ് D1 ഓപ്ഷൻ 1 ആണ് നമ്മളുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നൗ, which of the following is not a characteristic feature during mitosis in cells? Okay, mitosisന്റെ characteristic feature അല്ലാത്തത് എന്താണ്? Disappearance of nucleolus, chromosome movement, synapses, spindle fibers. എന്താണ് നടക്കുന്നത്? ഇതില് മൈറ്റോസിന്റെ characteristic feature അല്ലാത്തത്, which is not a characteristic feature during mitosis, disappearance of nucleolus, chromosome movement, synapses, spindle fibers. Synapses ഇവിടെ നടക്കുന്നുണ്ടോ? സിനാപ്റ്റോണിമൽ കോംപ്ലക്സിന്റെ ഫോർമേഷൻ നടക്കുന്നുണ്ടോ? ഇല്ല, അത് നടക്കുന്നത് മിയോസിസിലാണ്, മൈറ്റോസിസിലല്ല. സോ ഓപ്ഷൻ 3 ആണ് ഈ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ വരിക. നെക്സ്റ്റ്, ഇൻ മിയോസിസ് ക്രോസിംഗ് ഓവർ ഇസ് ഇനിഷ്യേറ്റഡ് അറ്റ്. ക്രോസിംഗ് ഓവർ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണ്? ലെപ്റ്റോട്ടീനിൽ അല്ല, സൈഗോട്ടീനിൽ അല്ല, ഡിപ്ലോട്ടീനിലല്ല, പാക്കറ്റീനിലാണ്. ഇനിഷ്യേറ്റ് ചെയ്യുന്നതും കംപ്ലീറ്റ് ആവുന്നതും ഒക്കെ പാക്കറ്റീൻ സ്റ്റേജിലാണ്. ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ വരിക. നെക്സ്റ്റ്, അറേഞ്ച് ദ ഫോളോയിങ് ഇവന്റ്സ് ഓഫ് മിയോസിസ്. എന്തെങ്കിലും സ്റ്റക്ക് ഉണ്ടോ? ഐ തിങ്ക് ചെറിയ ഒരു ലാഗ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലെ? ചെറിയ ലാഗ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലെ മക്കളെ? അറേഞ്ച് ദ ഫോളോയിങ് ഇവന്റ്സ് ഓഫ് മിയോസിസ് ഇൻ എ കറക്റ്റ് സീക്വൻസ്. മിയോസിസിലെ ഇവന്റ്സിന്റെ കറക്റ്റ് സീക്വൻസ് ആണ് ചോദിക്കുന്നത്. ക്രോസിംഗ് ഓവർ, സിനാപ്സിസ്, ടെർമിനലൈസേഷൻ ഓഫ് ഖയാസ്മേറ്റ, ഡിസപ്പിയറൻസ് ഓഫ് ന്യൂക്ലിയോലസ്. അപ്പൊ നമുക്ക് ഇവിടെ പെയറിംഗ് നടന്നു, സിനാപ്സിസ് നടന്നു. 2 ആദ്യം കൊടുക്കാം. Then comes crossing over, so 1, 2, 1. Then comes terminalization of chiasmata 3. So 2, 1, 3 and nucleolus disappear out. So that is 4. So 2, 1, 3 and 4. Option 2 ആണ് വരിക അല്ലെ? 2, 1, 3 and 4. Option 2 ആണ് നമ്മളുടെ correct answer വരുന്നത്. Yes? Okay. Next question. The enzyme recombinase is required at which stage of meiosis? Packaging stage. കാരണം അവിടെയല്ലേ recombination നടക്കുന്നത്. So first one ആണ് correct answer. Next. During meiosis 1, the chromosome start pairing at. Chromosome pair ചെയ്യുന്നത് എപ്പോഴാണ്? സൈഗോട്ടീൻ സ്റ്റേജിലാണ് pairing of chromosomes start ചെയ്യുന്നത്. The complex formed by a pair of synapsed homologous chromosomes is called kinetochore, bivalent, axoneme, equatorial plate. Bivalent എന്നാണ് പറയുന്നത് അല്ലെ? The complex formed by a pair of synapsed homologous chromosomes is called a bivalent or tetrad. Next. During gamete formation, the enzyme recombinase participates during. അതായത് ഗാമേറ്റ് ഫോർമേഷന്റെ സമയത്ത് എന്ന് പറഞ്ഞാൽ റിഡക്ഷൻ ഡിവിഷന്റെ സമയത്ത് റീകോംബിനേസ് എൻസൈം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? മെറ്റഫേസ് 1, അനഫേസ് 2, പ്രോഫേസ് 1, പ്രോഫേസ് 2. പ്രോഫേസ് 1ലെ പാക്കറ്റീൻ സ്റ്റേജിലാണ് റീകോംബിനേഷൻ നോഡ്യൂൾ ഫോം ചെയ്യുന്നതും അതേപോലെ റീകോംബിനേഷൻ നടക്കുന്നതും അല്ലെ? സോ ഓപ്ഷൻ 3 ആണ് വരുന്നത്.
പിന്നെ ഇത് നീ 2025 വന്ന ക്വസ്റ്റ്യൻ ആണ് ഈ ചാപ്റ്ററിന്. വാട്ട് ഈസ് ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് സ്പിൻഡിൽ ഫൈബേഴ്സ് ഡ്യൂറിംഗ് മൈറ്റോസിസ്? ടു റിപ്പയർ ഡാമേജ് DNA, ടു റെഗുലേറ്റ് സെൽ ഗ്രോത്ത്, ടു സെപ്പറേറ്റ് ദ ക്രോമസോംസ്, ടു സിന്തസൈസ് ന്യൂ DNA. സ്പിൻഡിൽ ഫൈബർ എന്താ ചെയ്യുന്നത്? കൈനറ്റോകോറിൽ പോയി അറ്റാച്ച് ചെയ്തിട്ട് ക്രോമസോമിനെ സെപ്പറേറ്റ് ചെയ്യും. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അങ്ങനെ മക്കളെ ലാസ്റ്റ് ഒരു 13 ഇയേഴ്സിൽ വന്നിട്ടുള്ള മാക്സിമം PYQs നമ്മൾ ഈ ചാപ്റ്ററിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഒരു കോൺഫിഡൻസ് ഒക്കെ ഉണ്ടെന്നാണ് മിസ്സിന്റെ ഒരു വിശ്വാസം. ഓക്കെ, പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പൊ ഈ ഒരു റിവിഷൻ സെഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. PYQ സെഷൻ. ഇപ്പൊ PYQ സീരീസിൽ എല്ലാവരും ഇനി ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഇനിയും ഒരുപാട് ചാപ്റ്റേഴ്സും ഒരുപാട് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് വരാനുണ്ട്. അപ്പൊ സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷന്റെ ഒരു അടിപൊളി റിവിഷൻ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ആൻഡ് നല്ലപോലെ പഠിക്കുക, നല്ലപോലെ റിവൈസ് ചെയ്യുക, വീഡിയോസ് ഒക്കെ കണ്ടിട്ട് PYQ സീരീസിൽ വരാൻ നോക്കുക. സോ വിഷിംഗ് യു ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. All the very best to all of you. Thank you and bye.